ചിരിച്ച് മറിയാനായിട്ട് നിങ്ങൾ എല്ലാരും റെഡി ആക്കിയോ. കാരണം ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ അടുത്ത ഐറ്റവുമായി എത്തുന്നത് നമ്മുടെ സ്വന്തം ശ്യാം ചേട്ടൻ, രാജേഷ് ചേട്ടൻ ആൻഡ് അമലാണ്. കൊടുക്കൊരു വലിയ കൈയടി. ഹലോ എടാ മറ്റന്നാളാണ് നമ്മള് ടൂറിന് പോണേ, നീ നേരത്തെ എത്തൂലേ? ടൂറിന് പോണ കാര്യം നിനക്കറിയാലോ, എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ്, എന്നെ ഗേറ്റിന് വെളിയിട്ട് വിടത്തില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡൗട്ട് എന്നെ ടൂറിന് വിടുമെന്ന്. പോരാത്തന്നെ അച്ഛൻ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനും കൂടിയല്ലേ. എടാ അതിന് നിന്റെ അച്ഛനെ റിട്ടയർഡ് ആവാൻ പ്രായമായോ? ഇല്ല, പിന്നെ അച്ഛന് പണിയെടുക്കാൻ മടിയായത് കൊണ്ട് അക്ഷയ സെന്ററിൽ ചെന്ന് പ്രായം കൂടി എന്ന് പറഞ്ഞ റിട്ടയർഡ് ആയ മനുഷ്യനാ. എന്തായാലും നീ വന്നേ എനിക്ക് നിങ്ങളുടെ കൂടെ വന്നെന്നുണ്ട്. പക്ഷേ എന്തായാലും നീ വന്നോ. ഓക്കെ വെച്ചോ അച്ഛൻ വന്നുണ്ട്. അച്ഛൻ വന്നു. നശിച്ചലർത്തി കാരണം അങ്ങനെ പല ടോണി മാറ്റി മാറ്റി ചോദിച്ചാലൊന്നും എന്റെ കാശില്ല, എങ്ങും പോകാൻ അവർക്ക് തരാനും പൈസ ഇല്ല. കാശിന്റെ അല്ലായിരുന്നു, പിന്നെ നാട്ടിലെ പിള്ളേരെല്ലാരും കൂടി ചേർന്ന് ടൂർ പോകുന്നുണ്ട്. ആ വേണം വേണം വേണം. കാരണം കുറെ ദിവസം ഇനിയിപ്പോ നാട്ടുകാർക്ക് സ്വസ്ഥമായിട്ടിരിക്കാല്ലോ, എവിടെയും പോകാൻ പറയാം. അങ്ങനെയല്ല, എനിക്കും കൂടി പോയാൽ കൊള്ളാം. നീയും പോകണം. കാരണം എന്താന്ന് വെച്ചാൽ പിന്നെ നിന്റെ കൂട്ടുകാർ പോകുമ്പോൾ നീ ചെല്ലുന്നില്ലെന്ന് ചോദിച്ചാൽ നിനക്ക് അതിനെ നാണക്കേട്. മനസ്സിലായി? അത് തന്നെയല്ലേ നമുക്ക് ഈ പ്രായത്തിൽ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്നെ പോലെ കാള പോലെ വളർന്നു ഒരു കുടുംബമായി കഴിഞ്ഞാൽ നടക്കത്തില്ല. മനസ്സിലായോ? എവിടാ പോണേ? ടൂർ എവിടാ പോണേ? ഓൾ ഇന്ത്യ ട്രിപ്പാ. ഓഹോ, അടിപൊളി. കാരണം എന്താണെന്നറിയാമോ? പിള്ളേർ പോകേണ്ട സമയത്ത് പോകേണ്ട സ്ഥലത്ത് പോയിരിക്കണം. എവിടെ പോയാലും കൊള്ളാം. വൈകുന്നേരം 6 മണിയാകുമ്പോൾ പെരക്കകത്ത് കയറിക്കണം. ഓൾ ഇന്ത്യ ട്രിപ്പ് ഇങ്ങനെ 6 മണിക്ക് ശേഷം പെരക്കകത്ത് കയറണേ? ഒരു കാര്യം ചെയ്യും, ഓൾ ഇന്ത്യ എന്നുള്ള ഞാൻ കട്ടി. പിന്നെ ഓൾ പഞ്ചായത്ത് എവിടെ വേണേ കറങ്ങി പഞ്ചായത്ത്. പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ വരെ 6 മണിക്ക് ഇറക്കും. പിന്നെ നിനക്ക് ഓൾ ഇന്ത്യ അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് വളർത്തണത്? നിന്നെ കെട്ടിയിട്ട് വളർത്തും. ഇതുപോലെ എന്റെ അച്ഛൻ എന്നെ കെട്ടിയിട്ട് വളർത്തിക്കൊണ്ടാണ് ഞാൻ ഇത്ര ഉയരങ്ങളെത്തിയത്. എത്ര ഉയരങ്ങളില്? 5 അടി 8 ഇഞ്ച്. എനിക്ക് ആ ഉയരങ്ങളിൽ എത്താൻ പറ്റിയില്ലെങ്കിലും സ്വന്തമായിട്ടൊരു ആക്റ്റീവെങ്കിലും ഉണ്ടായിരിക്കും. നിനക്ക് എന്ത് കുന്തം? ക്രെഡിറ്റ് ആണോ അച്ഛാ? ആക്റ്റീവുള്ള ക്രെഡിറ്റ് ആണെന്നോ? ലോൺ എടുത്തൊരു ആക്റ്റീവ് എടുക്കണം. എന്നിട്ട് 2 മാസം EMI ഉടങ്ങുമ്പോൾ ഒരുത്തൻ ടാഗ് ഒക്കെ ആയിട്ട് വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അപ്പൊ അറിയാം അതിന്റെ വില. അച്ഛനെ റിട്ടയർഡ് ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ഈ കൃഷിപ്പണിയൊക്കെ അല്ലാതെ അച്ഛന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. എനിക്ക് എന്തിനാടാ വേറെ പണി? നീ ജനിച്ച പോലെ ആവശ്യത്തിനുള്ള പണി എനിക്ക് തന്നോണ്ടിരിക്കും. എന്റെ അഭിപ്രായത്തിൽ നീ ഇങ്ങനെ വെറുതെ നടന്നാ പോരാ. പിന്നെ സ്വന്തമായിട്ടൊരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തുടങ്ങണം. അതാകുമ്പോ അച്ഛന് മാത്രമല്ല പണി, തൊഴിലില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാർക്ക് നിനക്ക് പണി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒന്ന് ചിന്തിച്ചു. അങ്ങനെയൊന്നുമല്ല, എനിക്ക് എന്റെ ജീവിതത്തിനെ കുറിച്ച് നല്ല ലക്ഷ്യബോധം. എന്തുവാ ലക്ഷ്യമുള്ള? എന്തുവാ? സിനിമ നോക്കിയാൽ കൊള്ളാന്നുണ്ട്. നല്ല ഏത് തിയേറ്ററാ? എനിക്ക് കൂടെ 2 ബുക്ക് ചെയ്യാം. അങ്ങനെയല്ല പറഞ്ഞത്, എനിക്ക് ഡയറക്ടർ ആകണമെന്ന്. നല്ലതല്ലേ? കാരണം വീട്ടിലൊരു ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞാലേ നമുക്ക് അത് അഭിമാനം. കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ആയിരുന്നു, കണ്ടൽക്കാട്ടിലെ ഞണ്ട്. കണ്ടു 3 പ്രാവശ്യം ഞാൻ കണ്ടു. 3 പ്രാവശ്യം. ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാനെന്തോ പറയാനടാ? കാരണം നീ ആവശ്യത്തിനുള്ള കമന്റ് നാട്ടുകാരെ കൊണ്ട് എന്നെ പറയിക്കും. പിന്നെ നീ ആയിട്ട് പറയിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാനിവിടെ പറഞ്ഞിട്ട് എന്തിനാ വെറുതെ? അത് വേണ്ട. സത്യം പറഞ്ഞാൽ ആ ഞണ്ടിന് ഇച്ചിരി ആവതുണ്ടായിരുന്നില്ല. ആ കണ്ടൽക്കാട്ടിലെ ഞണ്ട് ആദ്യം അവനെ ഇറുക്കിയാൽ അതുപോലെ സമാനം ഉണ്ടാക്കി വെച്ചു. അതങ്ങനെയല്ല, ആളുകൾക്ക് അതിന്റെ സാരാംശം മനസ്സിലാകാത്ത കൊണ്ടാ. കണ്ടോ, സാരാംശം മനസ്സിലാകാൻ ഈ തെറി എന്നെ. അപ്പൊ അത് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ അത് ഈ പഞ്ചായത്ത് നിർത്തുമോ എന്നെ? ആ സാരാംശം മനസ്സിലാക്കി ഞാൻ ഓണത്തിന് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ഓണത്തിന് ഇനി ഇറക്കുന്നു. ഓണത്തുമ്പിയെ പറ്റിച്ച വേനൽ തുമ്പി. നല്ലതാണ്. കാരണം ഇനി മഹാബലിയും കൂടെ ഉള്ള എന്നെ തെറി പറയാൻ. അപ്പൊ ഓണത്തിന് അത് ഇറക്കി വിടുമ്പോൾ അത്തം മുതൽ തിരുവോണം വരെയുള്ള അതുകൂടെ സെറ്റ് ചെയ്തേ. പിന്നെ അങ്ങനെ നാളെ എന്റെ കുറച്ച് കൂട്ടുകാർ വീട്ടിൽ വരുന്നുണ്ട്. കൂട്ടുകാരൊന്നും പറഞ്ഞ ഗേറ്റ് കടന്ന് കൊടുത്ത ഇതിനകത്ത് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. ശരിയല്ല, നിന്റെ കൂട്ടുകാർ ഒരുത്തരം ശരിയല്ല. പീറ്ററിന്റെ മോന്റെ വരണടാ, ജോയിക്കുട്ടൻ. അവൻ ഇവിടെ വരുന്നത് ശരിയല്ല. അവൻ എന്നീ വീട്ടിൽ വന്നിട്ടുണ്ടോ? അവൻ പോയി കഴിഞ്ഞാൽ ഉടനെ ഈ സോഫയ്ക്കകത്ത് ആഷ് കിടക്കും. സിനിമ നടനോ? അത് ആഷോ, ഇത് ഹാഷോ. സിഗരറ്റ് വലിക്കോ? അവൻ സിഗരറ്റ് വലിക്കുന്നൊന്നുമില്ല. പിന്നെ ഹാഷ് വരാണ്ട് അവന്റെ മൊബൈലിനകത്തും തെറിച്ചു വന്നോടാ. ഹാഷ്ടാഗ് അവനകത്ത് വരും. അവനെ കയറ്റെടുത്ത് വേണം കേട്ടോ. എന്നെ പുറത്തു കൊടുത്തില്ല, അപ്പനും പുറത്തു പോകത്തില്ലേ? ഇന്ന് അച്ഛൻ എവിടെയെങ്കിലും പോകണുണ്ടോ? ഞാൻ പലയിടത്തും ഞാൻ കാര്യം പറയാം. ഇന്ന് വൈകുന്നേരം എങ്ങും പോകാൻ പാടില്ല. മനസ്സിലായോ? ഞാനിവിടെ ഉണ്ടാവില്ല. കാരണം നിന്റെ ആന്റിയുടെ വീട് വരെ ഞാനിന്ന് പോകുന്നുണ്ട്. കുറച്ച് മണ്ണിടാൻ. ആരുടെ കഞ്ഞിലല്ല, അവിടെ പെരപണി നടക്കുന്നു. റോഡിൽ കിടക്കുന്ന മണ്ണെടുത്ത് അവിടെ വീടിന്റെ അവിടെ കൊണ്ടിടാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാനത് പോകും. എനിക്ക് വൈകുന്നേരം ഒരു പരിപാടി ഉണ്ടായിരുന്നു. വൈകുന്നേരം എന്തോ പരിപാടി? ഏത് ട്രൂപ്പിന്റെ കൂടെ? ആ ട്രൂപ്പിന്റെ കൂടെ ഉള്ള പരിപാടിയല്ല,
നാട്ടിലെ പിള്ളേരൊക്കെ ചേർന്ന് പ്രൊജക്ടർ എടുത്തിട്ടേ ഇന്ന് അർജന്റീനയുടെ കളിയുണ്ട്, കാണാൻ പോണായിരുന്നു. അങ്ങനെ ഇപ്പൊ പോണ്ട, അതിന്റെ ആവശ്യമില്ല. എന്ന് നീ ഒരുങ്ങിക്കോ, വൈകിട്ട് എന്റെ കൂടെ ആഞ്ചിടം ഞാൻ എന്നെ പുറത്ത് വിടാത്ത പോണ്ട. എനിക്ക് പുറത്ത് പോകണ്ടേ? കൂട്ടുകാരെ ഇങ്ങോട്ട് വിളിച്ചോ, പക്ഷെ കളി കാണാൻ പോണ്ട. അതെന്താ പോകണ്ടെന്ന് പറഞ്ഞു? മെസ്സിയുടെ കളി കാണാൻ നീ പോകണ്ട. അതിന്റെ കാരണമല്ല അപ്പൊ അതൊന്ന് പറഞ്ഞു. എടാ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണോടാ. ഏത് പാലം? എടാ നിനക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 17 വയസ്സുണ്ട്. 17 വയസ്സുണ്ടോ? ഈ 17 വയസ്സിനിടയ്ക്ക് നീ ജനിച്ചു, നീ ഈ വീടിന്റെ മുറ്റത്ത് കളിച്ച് നടന്ന് വളർന്നു, സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ച് നടന്ന് പഠിച്ചു. ഈ കാലത്തിനിടയ്ക്ക് അത്രയും നിന്റെ കുട്ടിക്കാലവും നിന്റെ കുട്ടിക്കളിയും കാണാൻ ഒരു കുഞ്ഞുടുപ്പം മേടിച്ചോണ്ട് ഈ മെസ്സി ഒന്ന് ഈ വീടിന്റെ വാതിൽക്ക് വന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിലാണ് നീ മെസ്സിയുടെ കളി കാണാൻ ഈ പ്രൊജക്ട് നടക്കുകയല്ല? കുഞ്ഞുടുപ്പം മേടിച്ചോണ്ട് എന്നെ കാണാൻ പറ്റും. മെസ്സി ആരാന്ന് ഓർത്തിട്ടാ? മെസ്സി ആരായാലും ഇവിടെ വരാത്തവരുടെ വീട്ടിൽ നിങ്ങളുടെ കളി കാണാൻ പോണ്ട കാര്യം. ഞാൻ ഇത്തവണത്തെ PSC പരീക്ഷ ജയിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറും. PSC പഠിച്ചാൽ തേങ്ങ ജയിക്കും. കാരണം നവംബർ 1 പ്രത്യേകത എന്തോന്ന് ഞാൻ ഇവനോട് ചോദിച്ചത് എന്തോന്നാ നീ പറഞ്ഞ? ടീച്ചർമാരൊക്കെ സെറ്റ് സാരി കൊടുക്കുന്ന ദിവസം കണ്ടോ? അപ്പോഴും കേരള പിറവിയാന്ന് അവൻ അറിഞ്ഞുകൂടാ. ഞാൻ വിടാം PSC എഴുതാൻ. പിന്നെ എന്തോ തേങ്ങാ PSC എഴുതാൻ വിടുന്നത്. ഇന്നാണ് എന്നോട് പറയാണേ അൽഫോൺസ് പുത്രനൊക്കെ ഇതുപോലെ ഈ ഷോർട്ട് ഫിലിം എടുത്തിട്ടാന്ന്. ഞാൻ അവനോട് പറഞ്ഞു, എടാ അത് അൽഫോൺസിന്റെ പുത്രൻ, ഇത് ജോസഫിന്റെ പുത്രൻ. ഒരു സ്ഥലത്ത് എന്തോക്കാൻ പോയാ? രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? രാവിലെ കഴിച്ചില്ല. നീ എന്തോ ഉണ്ടാക്കി വെച്ചേ? ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എടുത്തു വെച്ചോ? എടുത്തു വെച്ചിട്ടുണ്ട്. ഓട്സിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? ഓട്സിൽ തേൻ ഇട്ടിട്ടുണ്ട്, കദളിപ്പഴം, അണ്ടിപ്പരിപ്പ്, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ചോക്ലേറ്റിന്റെ എസൻസ്. അപ്പൊ പിന്നെ പോയിട്ട് കാര്യമില്ല. അതിനാ ഇത്രയൊക്കെ ഉള്ള സ്ഥിതിക്ക് എപ്പോഴേ അത് ഉറുമ്പ് തിന്ന് കാണും. വേറെ വല്ല കഞ്ഞിയ വല്ല എടുത്തു പോടാ പോടാ. ഇവനൊക്കെ അങ്ങനെ വളർത്തണം. അല്ല ആരാ കൂട്ടിലിട്ട് വളർത്തുന്നത് നിന്റെ മോനെന്തിനാ? ഇറക്കി വരാവനെ. എന്റെ ഇറക്കനകത്തുണ്ടോ നിനക്ക്? അവനെ അങ്ങനെ വളർത്തുന്നത് ബുദ്ധിയില്ലാത്തവനെ. നിനക്കൊരു ബുദ്ധി ഉണ്ടോ? അവനെ ഇങ്ങനെ ഇട്ട് വളർത്താൻ കൊള്ളാവണ. അതുകൊണ്ടല്ലേ അവർ ഈ ചറ്റത്തിനൊക്കെ കാണിച്ചു നോക്കുന്നത്. എനിക്ക് ബുദ്ധിയുണ്ടോ? എന്റെ വീട്ടിൽ കയറുന്നത് എനിക്ക് ബുദ്ധിയുണ്ടോ? നിനക്ക് ബുദ്ധിയില്ല. 2 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ പഠിച്ചോണ്ടിരിക്കുന്നവനാ ഞാൻ. എന്ന് കൊല്ലത്തുനിന്ന് എറണാകുളത്തിന് പോകാനായിട്ട് ട്രെയിനകത്ത് ടിക്കറ്റ് എടുത്ത് നൈസായിട്ട് ആരും അറിയാതെ കരുനാപ്പിള്ളങ്ങ് ഇറങ്ങി. ഇതുവരെ പിടിച്ചിട്ടില്ല എന്നെ. അത്രയും ബുദ്ധിയുള്ള എന്റെ ഒക്കെ അതൊരു ഇന്റലിജന്റ് കൗണ്ടറാ. മോനെ കൊണ്ട് വിളിക്കുന്നുണ്ടോ ഇല്ലയോ? എന്തോന്ന് പിന്നെ പണ്ട് സാറ്റ് കളിക്കും ഞാൻ ഇവനൂടെ. എന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ നിന്നിപ്പോ ബാംഗ്ലൂരിന് മുങ്ങിയ ഞാൻ ട്രെയിൻ കയറി. ഒരാഴ്ച കഴിഞ്ഞാൽ കണ്ടുപിടിച്ച അത്രയും ബുദ്ധിയുള്ള എന്റെ ഒക്കെ എനിക്ക്. നിന്റെ മോൻ കാണിച്ച കാര്യം എന്താ നിനക്കറിയോ? എന്താ കാണിച്ചതാവേ? നിന്റെ മോൻ ഇന്നലെ രാത്രി ഞാനും എന്റെ ഭാര്യ കൂടെ കിടന്നുറക്കുമായിരുന്നു. വെളുപ്പിനെ ഒരു 1:30. ഡയലോഗ് ഇല്ലെങ്കിൽ ആക്ഷൻ കോമഡി ഒക്കെ ഇട്ട് ഫില്ല് ചെയ്യടാ. അല്ല ഇപ്പൊ ഒരു 1:30 മണിയായപ്പോ അവളുടെ ഫോണിലോട്ട് ഒരൊച്ച വന്നു. ഞാനെടുത്ത് നോക്കിയപ്പോ നിന്റെ മോൻ ഒരു മെസ്സേജ് അവകാശിരിക്കുന്നടാ. നിന്റെ മോൻ എടാ നിന്നെ കാട്ടി മൂത്തല്ലേടാ എന്റെ ഭാര്യ. അവന്റെ തരക്കാരും പെണ്ണുങ്ങളോടല്ലേടാ അവൻ അയക്കണ്ടേ? അല്ലല്ല അവൻ അങ്ങനെ അയക്കത്തില്ല. അവൻ അയച്ചാ എടാ ഞാൻ അങ്ങനെ അവനെ വളർത്തുന്നത്. അവൻ അങ്ങനെ അയക്കത്തില്ല. നീ വളർത്തുന്നതിന്റെ ദോഷമാണ്. നീ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്ത്. എടാ എന്റെ ചെറുക്കൻ അങ്ങനെ വളർത്തുന്നത്. അവൻ അങ്ങനെ മെസ്സേജ് വായിക്കത്തില്ല. അവൻ അയച്ചിട്ടുണ്ട്. നീ വിളിച്ചു നീ എന്നെ അടിച്ചാടാ? അടിക്കും. പക്ഷേ നീ എന്നെ തല്ലിയ കാര്യം അവനെ ഇപ്പൊ വിളിക്കുമ്പോൾ അവനോട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ പ്ലിങ്കും. അത് പറയരുത്. കേട്ടോ? അവനെ വിളിക്കാം ഞാൻ. തന്തയുടെ കർണത്തിന് സ്ഥിരം വർക്ക് തരുന്നവനെ വാടാ. ഇന്നെ ഇന്ന് തീരുമാനമാക്കുന്ന ദിവസം. നിമ്മിയുടെ അച്ഛൻ വന്നോ? നിനക്ക് നിമ്മിയുടെ അച്ഛനായിട്ട് അറിയത്തുള്ളൂ അല്ലേ? നിമ്മിയുടെ അമ്മയുടെ ഭർത്താവും കൂടിയാണ് ഞാൻ. അത് നീ മറക്കരുത്. എന്നാ പറയണ? എനിക്കൊന്നും മനസ്സിലാവില്ല. അവനൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയടാ. ഈ കണ്ടന്റ് എനിക്കറിയാം. എന്നിട്ട് പോലും നീ കാണിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കണ്ടറിയാതെ ചെറുക്കൻ എന്തുവാ പറയടാ? നീ എന്റെ ഭാര്യക്ക് മെസ്സേജ് അയച്ചില്ലടാ. ഞാനോ? ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഇതാ പറയുന്നത്, മക്കളെ വളർത്തുമ്പോ സത്യസന്ധതയോടെ വളർത്തണം. കള്ളം പറയാൻ പഠിപ്പിക്കരുത്. ഞാൻ കള്ളം പറയുന്നു. എനിക്ക് സാധിക്കാത്തത് എങ്ങനെ ഒപ്പിച്ചടാ നമ്പർ? എന്റെ ഭാര്യ എങ്ങാനും ഇന്നലെ ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ അവൾ അപ്പ് ഇവിടെ വന്നേനെ. അതിനല്ല ചോദിക്കാൻ വന്നേനെ. അങ്ങനെ നീ മെസ്സേജ് കാണില്ലേ? ഈ മെസ്സേജ് എങ്ങാനും നീ അയച്ചെങ്കിൽ 9445438996 നിന്റെ നമ്പർ. അതെന്റെ നമ്പറാ. അല്ലേ? നോക്കടാ
അയ്യോ. താൻ സത്യസന്ധയുടെ കാര്യം പറഞ്ഞു. ആ, സത്യസന്ധത. സത്യസന്ധ തന്റെ മോളെ വേണം സത്യസന്ധയോട് വളർത്താൻ. എന്താ അവളുടെ നമ്പർ ചോദിച്ചാൽ അവളുടെ നമ്പർ തന്നെ, അതായത് അവളുടെ അമ്മയുടെ നമ്പർ തരരുത്. കണ്ടോ 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 ഓൻ പറഞ്ഞേട്ടോ പെരക്കാത്തിട്ട് പൂട്ടിയാണോ വളർത്തുന്നത്? എവിടുന്നാണോ ഈ ചീത്ത വർത്താനൊക്കെ പഠിച്ചത്? എന്തിനാ പെങ്കൊച്ചിന്റെ നമ്പർ ചോദിച്ചത്? എന്നിട്ട് പാരാത്രി എന്തിനാ മെസ്സേജ് അയച്ചത്? മേലാൽ ആവർത്തിച്ചാൽ പാപ്പ അങ്കിളിനോട് അത് ഞാൻ അയച്ച മെസ്സേജ് എന്താന്ന് ചോദിക്കും. മെസ്സേജ് പറ, അതിലൂടെ ചേർത്ത് കൊടുക്കാം. മെസ്സേജ് പറ. വേണ്ട തങ്ങാണ് തന്തകാണ് തന്ത താരില്ല. ഇതൊരു തന്തയ്ക്ക് കാണാൻ പറ്റുന്ന മെസ്സേജ് ആവില്ല. എനിക്ക് കാണണ്ട കാണണ്ട ഈ സൈസ്. ഞാൻ എന്താ മെസ്സേജ് അയച്ചത്? അടിക്ക് അവനെ അടിക്ക് അടിച്ച് ഞാൻ കാണിക്കാം. കാണീര് ഇതെന്തു വായിച്ചേക്കണേ പറ. വാ മൗളൂസേ അർജന്റാന്ന് എന്റെ രാത്രി 1:30 ഒരു പെങ്കൊച്ചിന് വാ മോളൂസേ അർജന്റാണ്. വാ മോളൂസേ അർജന്റ്. നിനക്കറിയോ അർജന്റായിട്ട് ഞാൻ പോലും നമുക്കൊരു മെസ്സേജ് അയച്ചിട്ട് അത്രയ്ക്ക് ഓടി പോയിട്ട് താമസിച്ച അച്ഛനായിക്കൂടെ. വാ മോളൂസേ അർജന്റ് പാരാത്രി 1:30. ഒരു മിനിറ്റ് എടോ മുതുപുരാന്ത, കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ കളി ഉണ്ടായിരുന്നു. ഇയാടെ മോൾ അർജന്റീന ഫാനാ. അർജന്റീന ജയിച്ചു കഴിഞ്ഞപ്പോ വാമോസ് അർജന്റീന നയിച്ചോളോ, അല്ലാതെ വാമോളൂസ് അർജന്റീനല്ല. ഞാനേ വാമോളൂസ് അർജന്റീന ഇവിടുന്ന് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല, പിന്നെയാണ് ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കുന്നത്. എന്നെ എത്ര തവണ തല്ലി. പൊന്നേടാ നാലല്ലോ പാപ്പാ പാപ്പാ പാടാ. അങ്ങനെയല്ലല്ലോ പോണ്ടെങ്കി വാ. വേണ്ട ഇങ്ങി വാ. അങ്ങനെ അങ്ങ് പോകാൻ ഒരു വീട്ടിലോട്ട് വന്ന് കയറിയിട്ട് ഒരു കാര്യമില്ലാതെ നമുക്ക് ഒരു സാധനം തന്നില്ല. അത് വേണ്ട. അല്ല അങ്ങനല്ല അത്. എടാ നീ വേറെ ആരെയും കാണിച്ചില്ലല്ലോ? ഇല്ലില്ല ആരും. അതാണ് സംഭവം. കാരണം ബുദ്ധിയും വിവരം പഠിപ്പുള്ള നിന്നെ മോള് കൊണ്ട് പെണ്ണുമുള്ളുണ്ട്. അവരെ കാണിച്ചിരുന്ന ഇതിന്റെ ആവശ്യം ഉണ്ടാ? എന്തായാലും തന്ന സ്ഥിതിക്ക് അതും കൊണ്ട് പോയാ മതി. അർജന്റാ. ഞാനിത് നല്ലോണം ചിരിച്ചു. നമ്മുടെ കാര്യം ഒന്ന് ചിരിച്ചോ എന്ന് നമുക്കറിയാം. നസീർക്ക എങ്ങനെ ചിരിക്കാതിരിക്കും? നന്നായിരുന്നു, അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അത് എപ്പോഴും പറയുന്നത് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്ന കാര്യം അതാണ് ശ്യാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു ടീമിൽ ആരെങ്കിലും ഒരാളുണ്ടാവും, ഒരു എന്താണ് അതിന് ബലത്തിന് തലയ്ക്കൽ ഒരാളുണ്ടാകും. ആ തലയ്ക്കൽ ഒരാളുണ്ടെങ്കിൽ ബാക്കി നിൽക്കുന്നവർക്ക് ഭയങ്കര ആശ്വാസമാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി അയാളങ്ങ് കൊണ്ടുപോയിക്കോളും. അതെല്ലാ ടീമിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിലിപ്പം ആ ഒരു ക്യാരക്ടറിൻ്റെ അകത്ത് വലിയ സംഭവം എന്ന് എടുത്തു പറയാനായിട്ടില്ല. പക്ഷേ ആ സാധനം കളിച്ചത് അവിടം വരെ എത്തിക്കുക എന്ന് പറയുന്നത് ആ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു കപ്പാസിറ്റി തന്നെയാണ്. അതാണ് ശ്യാം. ആ തുമ്മൽ എന്തേലും ഒരെണ്ണം ഏതെങ്കിലും ഒരു സ്കിറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും തൻ്റേതായിട്ടുള്ള ഒരു പുതുമ അതിൻ്റെ അകത്ത് കൊണ്ടുവരും. ഇപ്പോൾ ഇതിൽ ഈ ചെറിയ തുമ്മലാണ് കൊണ്ടുവന്നത്. വേണോ 1-2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത് വരുമ്പോൾ അരോചകമായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ 5 ടൈപ്പിൽ വൃത്തിയായിട്ട് മനോഹരമായിട്ട് ആ സാധനം കൊണ്ടുപോയി. ത്രെഡ് എന്ന് ചോദിച്ചാൽ വലിയ ത്രെഡാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഒരു ചെറിയ സംശയം. അതാണല്ലോ എൻ്റെ ബേസ് സാധനം. ബാക്കി അതിൻ്റെ ബിഗിനിങ് എല്ലാം നമുക്കത് അതിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ്. ആ പോയിന്റുകളിലെല്ലാം നിങ്ങൾ കോമഡി നിറച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ക്ലൈമാക്സിലേക്ക് വന്ന് ആ ക്ലൈമാക്സിൻ്റെ ആ സാധനവും അതും ചെറുതാണ്. അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ബാക്കിയെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് 3 പേരും ചെയ്തു. മോൻ നന്നായിരുന്നു, അയൽപക്കക്കാരൻ നന്നായിരുന്നു. ശ്യാം എത്ര പറഞ്ഞാലും ശ്യാമിൻ്റെ ആ ഒരു പവർ അതൊരു വല്ലാത്തൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. ഒരു ആർട്ടിസ്റ്റിന് കിട്ടേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണത്. നമ്മൾ നയിക്കുന്ന ഒരു ടീമിനെ അത് മോശമാണെങ്കിലും അതിനെ കളിപ്പിച്ച് ഒരു പരുവത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന വലിയ പാടുള്ളൊരു ജോബാണത്. ഒരു വലിയൊരു അധ്വാനമാണത്. ആ അധ്വാനം സ്വന്തമായിട്ട് മനസ്സിലാക്കി ആ ടീമിനെ നയിച്ചു കൊണ്ടുപോകുന്നതിൽ വെരി ഗുഡ്. കൺഗ്രാജുലേഷൻ. താങ്ക് യു. അതിലപ്പുറം ഒന്നും പറയാനില്ല. വെരി ഗുഡ്. താങ്ക് യു ഇക്ക. ബിജുക്കുട്ടൻ ചേട്ടാ, എനിക്ക് 3 പേരെ ഇഷ്ടപ്പെട്ടാ. 3 പേരും കട്ടക്ക് ചെയ്തിട്ടുണ്ട്. രാജേഷിൻ്റെ ആണെങ്കിലും രാജേഷിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമലിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു കോൺട്രിബ്യൂഷൻ കുറേ മണ്ടത്തരങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വന്നപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അച്ഛനെ എത്രത്തോളം ചെയ്യാൻ പറ്റും, ഒരു അച്ഛനും മകനായിട്ടുള്ള ബന്ധവും. പിന്നെ അത് നമുക്കറിയാമല്ലോ, കുറേ ഇൻ്റർമീനിങ് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും. പക്ഷേ അതല്ല, പക്ഷെ അച്ഛനായിട്ട് വന്നിട്ടും ശ്യാമെ ഒരു രക്ഷയില്ല. നിങ്ങൾ പൊളിച്ചടുക്കി കളഞ്ഞു. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തുമ്മലുമ്മ പിടിച്ചിട്ട് ഒരു ആക്ഷൻ കോമഡിയിൽ പിടിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് കോമഡി ആയിട്ട് മാറിയിട്ട് അതിനെ കൊണ്ടൊന്ന് അവസാനം ക്ലൈമാക്സ് അടിക്കാന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അത് ഗംഭീര സാധനമായിരുന്നു കേട്ടോ. 3 പേരും ഗംഭീരമായിട്ട്. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ജെൻസി പിള്ളേർക്ക്
പറ്റുന്നൊരു ക്ലൈമാക്സ് ആണ് അല്ലേ? ജെൻസി പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം ആ വാക്ക്, പക്ഷേ അതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. ഉണ്ടാക്കാവുന്നുള്ള കാര്യം. അതെ, ഉണ്ടാക്കാൻ പറ്റും. വായിച്ചങ്ങനെ ആക്കാം. അർജന്റ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. പിന്നെ ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് പോണില്ലേ, ബെസ്റ്റ് സാധനം വരുന്നിട്ടത്. അത് ഓൾ ഇന്ത്യ റേഡിയോ 6 മണിക്ക് അടക്കമെന്ന്. ഇതെല്ലായിടത്തും നടന്ന് പറയണമെന്നാണ് ഉള്ള വിചാരം. റേഡിയോ അത് നല്ല രസമായിരുന്നു. ഓൾ ഇന്ത്യ വേണ്ട, ഓൾ പഞ്ചായത്ത് മതി എന്നൊക്കെ പറയുന്ന സാധനങ്ങളും ഒരു കട്ടൻട്രി ആയിട്ട് വളർത്തുന്ന, ഒരു കൂട്ടിലിട്ട് വളർത്തുന്ന ഒരാളാണ് ഈ മോൻ എന്നുള്ള ആ സംഭവങ്ങളെല്ലാം നല്ല രജിസ്റ്റർ ആയിരുന്നു കേട്ടോ. കാര്യം തമാശയിലൂടെയാണ് അത്. എനിക്ക് ക്ലൈമാക്സ് വരെ നന്നായിരുന്നു. 3 പേരും കട്ടൊക്കെ ചെയ്തിട്ടാ, അടിപൊളി, ഓൾ ദ ബെസ്റ്റ്. അല്ല, ഇടയ്ക്ക് ഒരു പഴയതടിച്ചിട്ട് അതിന് ജാമ്യം എടുത്തല്ലേ? ട്രെയിനെ കയറിയിട്ട് കരുനാപ്പള്ളി ഇറങ്ങിയതേ. അതിന് പഴയതടിച്ചിട്ട് അതിന് ജാമ്യം എടുത്തു, രക്ഷപ്പെട്ടു. ഓ, വെരി ഗുഡ്. ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയതായിരുന്നു അന്നേ. ഓക്കെ, ഇനി നമുക്ക് ലെന ചേച്ചി എടുത്ത് ചോദിക്കാം. ചേച്ചി അടിപൊളി അടിപൊളി അലർജിയാണ്, പിടിക്കും പെട്ടെന്ന്. അത് ഗംഭീര ടൈമിംഗ് ആയിരുന്നു അത്. അപ്പൊ ശ്യാം, അമൽ, രാജേഷ് 3 പേരും ഗംഭീര പെർഫോമൻസ്. അതായത് എല്ലാവരും കറക്റ്റ് ടൈമിങ്ങിൽ ഇത് ചെയ്തില്ലെങ്കിൽ നിൽക്കാത്തൊരു സ്കിറ്റാണ്. വലിയ കാര്യങ്ങളോ വലിയൊരു സ്റ്റോറി ലൈനൊന്നുമില്ല. പക്ഷേ ഇതീ പറഞ്ഞ പോലെ ആ സംശയമായിട്ട് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ക്യാരക്ടർ എന്നാലും എൻ്റെ അളിയാന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഇതുപോലെ ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരു ഫോണിൽ വന്ന മെസ്സേജ് ഉണ്ട്, ഇതുണ്ട്, അതുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പിന്നെ അതിന് കിടന്ന് പെടാപാട് പെടുക. എന്ന് വെച്ചാൽ നമുക്കേ അറിയില്ല ഇത് ശരിക്കും റിയൽ ആണോ എന്നുള്ളത്. ഒരു സംശയമാണല്ലോ. അപ്പോൾ പക്ഷെ സംശയത്തിൻ്റെ നേച്ചർ അതാണ്, നമ്മളെ ഒരു മണ്ടനാക്കി കളയും. അപ്പോൾ അത് ഗംഭീരമായിട്ടുണ്ട്. അതോടൊപ്പം മകൻ്റെ ക്യാരക്ടർ, അത് ഈ പറഞ്ഞ ജെൻസി പിള്ളേർ ഈ പഴഞ്ചൻ പേരൻറ്റിങ്ങുമായിട്ട് വീർപ്പ് മുട്ടി അതിൻ്റെ ഒരു റിയാക്ഷൻ അവസാനം ജയിക്കുകയും ചെയ്തു. നമ്മൾ അവർ രണ്ടുപേരും ഫൂൾസ് ആണെന്ന് തെളിയിച്ചതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇത് വാമോസ് അർജന്റീന എന്നാണ് പറഞ്ഞത്, വാമോളെ അർജന്റ എന്നല്ല. അത് ഗംഭീരമായി, വളരെ സ്മൂത്ത്, വളരെ വെൽ പെർഫോംഡ്. എല്ലാവരും 3 പേരും ഗംഭീരമായിട്ട് ചെയ്തു. അപ്പൊ ആ കൈയ്യടി കൊടുത്തോണ്ട് നമുക്ക് നമ്മുടെ മാർക്കിലേക്ക് കിടക്കാം അല്ലേ ലെന ചേച്ചി? എനിക്ക് തോന്നുന്നു ഇത്രയും ഗംഭീര പെർഫോമൻസിന് 20 കൊടുക്കണം. ഓ, 20,000 ഇക്ക. അപ്പൊ പിന്നെ ഞാൻ കുറയ്ക്കുന്നത് ശരിയല്ലല്ലോ. ഞാനൊരു 20,000 രൂപ. കിടിലം. 40,000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ബിജുകുട്ടൻ ചേട്ടൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. ചേട്ടാ പിടിച്ചോ, വൈകണ്ട. സന്തോഷായില്ലേ? ഇപ്പൊ കഴുകിയ സ്കിറ്റിനും ഈ ഒരു കോമ്പോയില് സിൽവർ അടിച്ചു, അപ്പൊ ഈ സ്കിറ്റിനും സിൽവർ അടിച്ചു. എന്താണ് തോന്നുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഈ പറഞ്ഞ പോലെ ശ്യാമ് അങ്ങനെ നിൽക്കുക, നമ്മൾ കൂടെ നിൽക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു ഗുണമാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. നസീർക്ക് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ തെറ്റുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പോയാൽ അത് നമ്മൾ ചേർക്കുന്ന സമയം സ്ഥലം പിടികിട്ടാതെ നമ്മൾ പോകുന്നുണ്ട്, എസ്കേപ്പ് ആകുക. അപ്പോൾ എസ്കേപ്പ് ആകുന്നത്. അപ്പോൾ അതൊക്കെ വളരെ നമ്മൾ ശ്യാമ് വളരെ നന്നായിട്ട് കൈകാര്യപരമായി നമുക്ക് വളരെ നന്നായിട്ട് അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അമലാണെങ്കിലും വളരെ ഗംഭീരമായിട്ട് സ്ക്രിപ്റ്റിലും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും ക്ലൈമാക്സ് ആരെങ്കിലും പറ്റിയതാണോ? നമ്മളാ ഒരു പിന്നെ വേൾഡ് കപ്പിന്റെ സ്കിറ്റ് കളിച്ചില്ലായിരുന്നു, ആ 1,00,000 ഗോൾഡൻ പഞ്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും ഇവനും പിന്നെ കൊച്ചു പ്രദീപമായിട്ട് കാറിനകത്ത് പോയപ്പം അപ്പം പക്കുറിച്ചാരൻ ഇവിടെ വന്ന് പറഞ്ഞു, നമ്മൾ ഈ അർജന്റീന ഫാൻസ് പറയുന്ന വാമോസ് അർജന്റീന എന്ന് പറയത്തില്ലേ, അന്ന് പറഞ്ഞാൽ വാമോസ് കിറ്റായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കാര്യം പറഞ്ഞു പോയപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഒരു കൗണ്ടർ ഇപ്പോഴാണ് ഓർമ്മ ഇതിൽ വന്ന മൈൻഡ് കിട്ടിയതാ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു കൗണ്ടർ ആയത്, ഇത് അടിക്കായിരുന്നു അതിലെന്ന് പറഞ്ഞു. ഒരു കൗണ്ടർ എടുത്തിട്ടാണ് അല്ല കൗണ്ടർ. ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ സുനി എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, പുള്ളി പറഞ്ഞാണ് മെസ്സിയുടെ കളിയുണ്ട് ഇന്ന് കാണുന്നില്ല, അയാൾ നമ്മുടെ സ്കിറ്റൊന്നും കാണുന്നില്ലല്ലോ, പിന്നെ നമ്മൾ അതാണ് മറ്റേ സാധനം, അതാണ് കുറെ നമ്മളിങ്ങനെ ഉൾട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും അല്ലേ? എപ്പോഴും ആ ഒരു തിങ്കിങ് വേണം. അതെ. അമൽ സന്തോഷം. വിനയ കുലീനായി ഇങ്ങനെ നിൽക്കുകയാണ്. വിനയ കുനിയനായിട്ട് രാജേട്ടൻ്റെ ശ്യാമേട്ടൻ്റെ കൂടെ സ്കിറ്റ് കളിക്കാൻ പറ്റി.
ഇതുപോലെ പേടിയുള്ള ഒരു ചെറുക്കനെ എന്റെ ദൈവമേ, അത് ഇവിടെ വെളി വെച്ച് ഷൂട്ട് ചെയ്യാൻ ഇതാ ഇട്ടാൽ എന്തോ രസമെന്നറിയാം. ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഒരു 50 പ്രാവശ്യം അണ്ണാന്ന് വിളിക്കുവാൻ. ഇവിടെ കയറുന്നതിന് മുമ്പേ ഇവിടെ ഞാൻ തുടങ്ങാൻ ആശയം എന്ന് പറഞ്ഞപ്പോൾ അണ്ണാ ഞാൻ പുറകെ വിളിക്കുന്നു. അതുപോലെ നോക്കുന്ന റിഹേഴ്സലും ഞങ്ങളിങ്ങനെ കഥ ആദ്യം മനസ്സിലാക്കിയത് ഞാനും ആ ശ്യാമാണെങ്കിൽ കഥ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പം കളിച്ചു പോകുന്ന മറ്റേ ത്രെഡിലെല്ലാം ഓർത്തിരിക്കുക. പുള്ളി റിഹേഴ്സൽ എടുക്കണ്ടേ? ഓക്കേടാ. നോക്കില്ലല്ലോ. കൗണ്ടറൊക്കെ അറിയാ ചോദിക്കേണ്ടത്, അതറിയാം. കഥ അറിയാവോ? അതിങ്ങനെ നോക്കല്ലേ? നോക്കാടാ, നോക്കാം. അതൊരു പുതിയ ലേണിംഗ് ഇവര് തെറ്റല്ലേ, അവിടെ പെട്ടുപോയി ഇതിന്റെ ഇവര് മറ്റേ തട്ടേ കയറി ആ സീനായിരിക്കും അല്ലേ? ഇന്നലത്തെ സ്കിറ്റ് ഇവിടെ വന്നിട്ട് കുറെ സാധനങ്ങൾ ഇവര് കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ അവന് വിചാരിക്കുക ദൈവം ഞാൻ നമ്മൾ ഉദ്ദേശിച്ച സ്കിറ്റ് അല്ലേ, ഞാൻ മറന്നുപോയതാണോ? പക്ഷേ നമ്മൾക്ക് ഇവിടെ നിന്ന് കാണുമ്പോ അതിനകത്തൊരു താഴ്ച കാണുന്നില്ല, നമുക്ക് മനസ്സിലാവണില്ല. അതാണ് അമലിന്റെ കഴിവ്. എന്താ പറയാ, ഭയങ്കര അപ്ഡേറ്റഡാ. അതെ അതെ അതെ. അതാണ് ഇപ്പൊ ഇന്ന് നടന്ന അണ്ണ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, ന്യൂസിലുണ്ടായിരുന്നു, മറ്റേ ഉണ്ടായിരുന്നു. അത് വെച്ച് ഇങ്ങനെ ഒരു കൗണ്ടർ പിടിക്കാന്നൊക്കെ അപ്ഡേഷൻ ഭയങ്കരമാണ്. ഞാനൊക്കെ ഉണ്ടെങ്കിലും ഇവന്റെ അത്രയൊന്നും അപ്ഡേറ്റഡ് അല്ല. ഞാൻ കരുതിന്റെ ക്ലൈമാക്സും മറ്റേതൊക്കെ അമലിന്റെ കോൺട്രിബ്യൂട്ടാണെന്നാണ് കരുതിയത്. കഴിഞ്ഞ തവണ കളിച്ച സ്കിറ്റ് അമലിന്റെ ത്രെഡായിരുന്നു. പിന്നെ ഫുട്ബോളിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉള്ള ആളാണ്. അതെ അതെ അതെ, എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ഈ ജെൻസി നമ്മുടെ കൂടെ ഉള്ളതിന്റെ അതാണ് ജെൻസി ആവുന്നതിന്റെ ഗുണം. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കോംബോ ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോട്ടെ. എപ്പോഴും കണ്ണും മനസ്സും ഇങ്ങനെ തുറന്നു വെച്ച് ഞങ്ങൾക്ക് കുറെ കൗണ്ടേഴ്സ് ഇങ്ങനെ തരാം. ഞങ്ങളെ നിങ്ങളുടെ എല്ലാ സ്കിറ്റും നമ്മൾ എൻജോയ് ചെയ്ത് ചിരിക്കാറുണ്ട്. അതിന്റെയാണ് ഇവർക്ക് ഇവിടെ കിട്ടുന്ന ഈ ഓരോ പഞ്ചസും. ഒരിക്കൽ കൂടി നല്ലൊരു കിട്ടിലും കൈയ്യടി കൊടുക്കാം നമ്മുടെ ചേട്ടന്മാർക്ക്. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലെ 3 ഗംഭീര ആർട്ടിസ്റ്റുകളാണ് ഇനി അടുത്തതായിട്ട് സ്കിറ്റ് പെർഫോം ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അവരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ? നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ശംഭു ചേട്ടൻ, ദീപു നാവായിക്കുളം ആൻഡ് സുമ ചേച്ചി. എന്താണ് പേടിക്കുന്നത്? ഞാനില്ലേ കൂടി ഇങ്ങോട്ടോ. കുഴപ്പമില്ല, അകത്തോട്ട് വരാന്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് മാറിയില്ലടി, പൊസിഷൻ മാറി. ഇതാരാ വീട്? ദിലീപിന്റെ ആണാ? നിന്നെ ഞാനല്ലേ അകത്തോട്ട് വിളിച്ചോണ്ട് പോവാ. പിന്നെ നീ എന്നെ വലിച്ചോണ്ട് പോണാ? എത്ര നേരമായി എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട്, എത്ര നേരമായി ആ മുറ്റത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്, എന്തുകൊണ്ട് ദിലീപ് എന്നെ ഈ പെരക്കകത്തോട്ട് കേറ്റുന്നില്ല? ദിലീപിന്റെ അമ്മയെ പേടിയാ. എന്താ? ദിലീപിന്റെ അമ്മയെ ഭയങ്കര പേടിയാണെന്ന്. ദിലീപിന്റെ അമ്മ രാവിലെ PSC ടെസ്റ്റ് എഴുതാൻ വേണ്ടി പൈസ തന്ന് പറഞ്ഞു വിട്ടതാ. ആ ദിലീപ് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിനകത്തോട്ട് കയറി വന്നാൽ ദിലീപിന്റെ അമ്മ സഹിക്കുമോ? ഈ ദിലീപിനെ എന്നോട് വന്ന് കണ്ണിറക്കി കാണിക്കാനും എന്നോട് ഇഷ്ടമാണെന്ന് പറയാനും പേടിയില്ലായിരുന്നോ? കൂടുതൽ സംസാരിക്കരുത്. എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക. എനിക്ക് പോകാൻ പറ്റത്തൊന്നുമില്ല. എന്നെ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കും. അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ തല്ലി. അയ്യോ എന്റെ പൊന്ന് ദിലീപേ, അമ്മമാരാകുമ്പോ അങ്ങനെയാണ്. ഇതൊന്നും നാട്ടിൽ നടക്കാത്ത സംഭവമൊന്നും അല്ലല്ലോ. ആദ്യമേ അവരെ എതിർക്കും, പിന്നെ അവര് സമ്മതിക്കും. ദിലീപേ ഒന്ന് സമ്മതിക്കും. എന്നാലും ദിലീപിന് ഭയങ്കര പേടിയായിട്ട് നിൽക്കുകയാണ്. ഇതൊരു കാര്യം ചെയ്യ്, അമ്മയോടൊന്ന് സംസാരിച്ചു നോക്ക്. ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് സംസാരിക്കാൻ. ഞാനോ? സംസാരിച്ചാൽ ഈ പരിചയത്തോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് വരത്തില്ല. അപ്പൊ നീ ഇങ്ങോട്ട് കയറി വന്നപ്പോ ബസ്സിനകത്ത് കയറിയ ടിക്കറ്റ് എടുത്ത് കുണ്ട്ര ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോ അവിടെ പരിചയമുള്ള ആളാണ് നീ ടിക്കറ്റ് എടുത്തത്. അല്ല അമ്മ വരട്ടെ, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. എന്നാലും ദിലീപിന് പേടിയാ, അതുകൊണ്ടാ പറയുന്നത്. അമ്മേ ദേവി നാരായണ, ദേവി ദേവി നാരായണ, അമ്മ മഴക്കാറിലേ, അമ്മ മഴക്കാറിലേ. അവനെ എൻ്റെ മോനിന്ന് എക്സാം എഴുതാൻ വേണ്ടി പോയേക്കാണ്. എക്സാം കഴിഞ്ഞ് വരുമ്പം എൻ്റെ മോന് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കിട്ടണേ. അവൻ രക്ഷപ്പെട്ടതിന് ശേഷം എൻ്റെ ഭഗവാനെ അവന് നല്ലൊരു കല്യാണം നടത്തി. അതിലൊരു കുഞ്ഞുണ്ടായി. അതിലൊരു കുഞ്ഞ് എല്ലാം കണ്ടിട്ട് എന്നെ മേപ്പോട്ടെടുക്കാവേ. എന്താ മുണ്ടോളിക്കര ഭഗവതിയേ,
പറഞ്ഞു തീർന്നപ്പോഴേക്കും ഭഗവതി എത്തിയ ഭഗവാനെ വെറുതെ പറഞ്ഞതാണ്, അനുഗ്രഹം കൊണ്ട് തരാൻ വേണ്ടി ഇതേതാ ലിപ്സ്റ്റിക് ഇട്ടൊരു ഭഗവതി? തെറ്റിദ്ധരിച്ചു പോയി. ഇത് ഞാൻ അമ്മ ഉദ്ദേശിച്ച ആളല്ല. നീ ഏതാ കൊച്ചേ? ഞാൻ ഈ കറി പൗഡർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാൻ വന്ന ആളാ. സന്ധ്യ നേരത്താ? അപ്പൊ സന്ധ്യക്ക് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യക്കൊക്കെയാ കറി വെക്കുന്നത്. ആ തന്നെ, നിന്നെ ഞാൻ എവിടെയൊന്നും കണ്ടിട്ടില്ല കൊച്ചെ. നീ വേണുന്റെ മള്ളാടി? വേണുന്റെ മോളല്ല. തടിപ്പിലെടുത്ത ശശിയുടെ മള്ളാടി? ശശിയുടെ മോളല്ല. അപ്പം പിന്നെ നമ്മള് വാറോ ഷാപ്പ് നടത്തണം മുരളിയുടെ മോള്. അമ്മച്ചക്ക് ഈ ചുറ്റുവട്ടത്തുള്ള ആണുങ്ങളെ മാത്രം എടുത്ത് പെണ്ണുങ്ങളെ ആരും അറിയത്തില്ല. എന്നെ അറിഞ്ഞോത്തോണ്ട് അമ്മച്ചി ചോദിച്ചാണ് മോളെ. അമ്മയുടെ ഒരേ ഒരു മോൻ ദിലീപ്, ലേഖപുത്രൻ. ആ പുത്രൻ കല്യാണം കഴിച്ച് ഇറക്കിക്കൊണ്ട് വന്ന പെണ്ണാണ് ഈ ഞാൻ. ഞാൻ ഈ കാലെ പിടിക്കാം, ദിലീപ് ആ കാലെ പിടി. ഇനി ഇങ്ങനെ ഒരു അവസരം പറ്റില്ല. അനുഗ്രഹം പിടിച്ചോ. എന്റെ അമ്മ വീണ് നടക്കണം, മാറില്ല അമ്മ. മനസ്സിലാക്കടി അമ്മ. കൊച്ചിപ്പോ എന്താ പറഞ്ഞേ? അമ്മയുടെ ആ ആന്റെ ചാടാൻ നിൽക്കുന്ന ആ മോൻ ഇറക്കിക്കൊണ്ട് വന്ന പെണ്ണാണ് ഞാനെന്ന്. മുരളി അണ്ണാ. അച്ഛൻ 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 ബാബു അണ്ണാ. മാമ മരിച്ചുപോയി. മണിയണ്ണാ. ചിറ്റപ്പൻ. നിങ്ങളാ പിള്ള കാണിച്ചത് കണ്ട? എന്നെ പറ്റിച്ചിട്ടൊരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ടൂടെ വന്നേക്കുന്നു. 10 പേര് കാണൊക്കെ സത്യം വെള്ളപ്പിക്കാനുള്ള ഞാൻ പറയണ മനസ്സിലാക്കമ്മ. ഒരു കല്യാണം കഴിച്ച ഇത്ര വലിയ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും അമ്മ. ഞാൻ അങ്ങോട്ട് വന്ന് അടിക്കും. കഷ്ടപ്പെട്ടാണ് ഒരെണ്ണത്തിന് തെറ്റാക്കി കൊണ്ടുവന്ന അമ്മ. അങ്ങനെ ഇറങ്ങി പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ ഇറങ്ങി പോകാൻ വന്നോളും അല്ല. നീ എങ്ങനെ എന്റെ കൊച്ചിനെ വളച്ചെടുത്തത്? എങ്ങനെ വളച്ചെടുത്തത്? അയ്യോ, നിങ്ങളുടെ പുന്നാര പുത്രനാണ് എന്നെ ആദ്യമായിട്ട് കണ്ണടച്ച് കാണിച്ചത്. എന്നിട്ട് പിന്നെ ഐ ലവ് യു പറഞ്ഞു കണ്ണടച്ച് കാണിച്ചറിഞ്ഞു. അമ്മ അത് വേറൊന്നുമല്ല, ഇവക്കൊരു കടയുണ്ട്. ആ കടയിൽ ഒരു സോഡ നാരങ്ങ വെള്ളം മേടിക്കാൻ പോയായിരുന്നേ. ആ സോഡ ഇങ്ങനെ പൊട്ടിച്ചപ്പോഴത്തേക്ക് കണ്ണിൽ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണിറുക്കി. അങ്ങനെ കാണിച്ചതാണ് എന്റെ മോൻ. കണ്ണിറുക്കി കാണിച്ചതല്ല. അങ്ങനെ കണ്ണിറുക്കി കാണിച്ചാണോ? അപ്പൊ എന്നെ ഉപേക്ഷിക്കാനാണോ? തിരുമ്പി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കത്തില്ല. എന്നെ പറ്റിക്കുന്നില്ലല്ലോ. നിക്കടി അവിടെ. മറ്റൊന്നിനു വേണ്ടിയും മാധവൻ രുക്മിണിയെ വിട്ടുകളയത്തില്ല. അത്രയ്ക്ക് ഇഷ്ടം നിന്നെ. ആരെയും മാധവൻ രുക്മിണി അത് ചേക്കിലുള്ളതാണ്, അത് നമ്മൾ നോക്കേണ്ട കാര്യം. നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? PSC ടെസ്റ്റ് എഴുതാൻ പോയ ഒരു ചെറുക്കന്താ ഒരു പെണ്ണിനെ കൊണ്ടുകൂടെ വന്നിരിക്കുന്നത്. എവന്റെ കൂടെ PSC ടെസ്റ്റിന് പോയ മൻസൂർ ഇപ്പൊ മസ്തൂറായിട്ടിരിക്കുകയാണ്. താര ഇപ്പൊ കറക്കാറ്റിരിക്കുകയാണ്. സുലൈമാൻ ഇപ്പൊ ലൈനായിട്ടിരിക്കുകയാണ്. എനിക്കും അയല്ല ലൈൻ താണ്ടായിക്കണേ എന്റെ ലൈൻ. അമ്മയുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇതാരും ചെയ്യാത്ത കാര്യമല്ല അല്ലേ ദിലീപ്? സ്വാഭാവികമാണ്. അമ്മയുടെ ഏക ഒരു പുത്രൻ സ്നേഹിച്ചു, ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. അമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അവകാശമുണ്ട്. അമ്മയെ തുള്ളുന്ന പോലുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കവിതാക്കളും ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഞാനും ദിലീപും ചെയ്തുള്ളൂ. അതിന് ഇങ്ങനെ കിടന്ന് വിറക്കേണ്ട കാര്യമില്ല. 10 മാസം നൊന്ത് പ്രസവിച്ചൊരു അമ്മ ആ കുഞ്ഞു വലുതായി വന്ന് അത് പ്രായമായി വിദ്യാഭ്യാസം കൊടുത്ത് അവനൊരു ജോലി കിട്ടാറായപ്പോൾ അമ്മയെ പറ്റിച്ചോണ്ട് വന്ന് ഏതോ ഒരു പെണ്ണ് ഇത് ശരിയാണോ? ഇനി ദിലീപിന്റെ ഊഴം. 18 വയസ്സായ ഒരു പൗരന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിളിച്ചോണ്ട് വരാം. അത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. That's all your honor. അമ്മയോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം ആയല്ലേടാ? നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. പണ്ട് അവനൊരു പെണ്ണിനെ പ്രേമിച്ചായിരുന്നു, അവന്റെ മാമന്റെ മോള്. അവളവനെ തേച്ചിട്ട് പോയി. അന്ന് എനിക്ക് നഷ്ടം 20,000 രൂപയാണ്. നിർത്തിക്കേ. ഇതിന് മുന്നേ ഒരു പ്രണയം ഉണ്ടായിരുന്നോ? ദിലീപിന് അങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റി. എനിക്ക് 5 എണ്ണം. അത് പോയേ. എനിക്ക് നഷ്ടപ്പെട്ടോ എനിക്കായിരുന്നു 10,000 രൂപ. എന്തിന്? ആ പെണ്ണ് പോയ സങ്കടം തീർക്കാൻ ആത്മഹത്യ ചെയ്യാൻ പോയി. ഫാനിൽ കയറി തൂങ്ങി ലീഫ് ഒടിഞ്ഞു വീണ് ശരിയാക്കിയതിന് 1,500 രൂപ. അവൻ ചത്തില്ല. ദിലീപിന് അങ്ങനെയും ചെറിയൊരു അബദ്ധം പറ്റി. അത് കഴിഞ്ഞ് ഇവൻ ട്രെയിനിന്റെ മുമ്പ് ചാടി ചാവാൻ പൊട്ടിപ്പോയി. അവിടെ ചെന്നപ്പോ മഴ പനി വരോന്നും പറഞ്ഞ് തൊട്ടടുത്ത് കിടന്ന ട്രെയിനിൽ കയറി. അത് നേരെ കൊണ്ടുപോയി ഇറക്കിയത് വിശാഖപട്ടണത്തിൽ. അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവരാനായി 10,000 രൂപ. അങ്ങനെ ഒരു കയ്യബദ്ധം ദിലീപിന് പറ്റി. പക്ഷേ അത് മാത്രമല്ല, എന്നിട്ടും അവൻ ചാവാത്തത് കൊണ്ട് പാലത്തിന്റെ മുകളിൽ കയറി ചാടി. വെള്ളമില്ലാത്തോണ്ട് ചള്ളക്കകത്ത് കുഴിഞ്ഞുപോയി. JCB കാരെ കൊണ്ടുവന്ന് മാന്തി രൂപ 10,000 രൂപ. ഇവിടെ നിനക്ക് വേണം. എല്ലാം ദിലീപിന് പറ്റിയതാണ്. എന്തുവാണ് ഇത്?
അവർ പെണ്ണിനെ കൊണ്ട് വന്നിരിക്കുന്നു. അമ്മ എന്നെ പരിചയപ്പെട്ടില്ല. എന്റെ പേര് മധുമതി. അത് കല്യാണം കഴിച്ചിട്ടല്ലേ മധു ഇതു? അല്ല, എന്റെ പേരാണ് പറഞ്ഞ മധുമതി. എടി ഏത് മതിയെങ്കിലും കാര്യം ഇവിടെ നിൽക്കാൻ പറ്റില്ല. പോ 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 പോ. ഇത് കുറെ നേരമായിട്ട് നിങ്ങളോട് സംസാരിക്കുവാണ്. പറയാവുന്നതിന്റെ എല്ലാ രീതിയിലും നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താണ്? വീട്ടിൽ കൊണ്ടാക്കടാ. അതെ, നിങ്ങൾ ആട്ടൊന്നും വേണ്ട ദിലീപേ. ഞാൻ ദിലീപിനെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്നതാണ്. എന്റെ കൂടെ ഇപ്പൊ വരണം. നിങ്ങളുടെ അമ്മയെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇത്ര പറഞ്ഞാലൊക്കെ മതി. ഇനി കൂടുതൽ കഞ്ചാനൊന്നും എന്നെ കൊണ്ട് വരത്തില്ല. വരുന്നോ ഇല്ലയോ? എന്റെ അമ്മയെ കളഞ്ഞിട്ട് വരാൻ പറ്റില്ല. നീ വന്നാണ് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിൽ ഞാൻ നിർത്തിക്കാം ദിലീപേ. നിനക്ക് നിന്റെ അമ്മയെ കളഞ്ഞിട്ട് വരാൻ പറ്റില്ല. ഞാൻ എന്റെ വീട്ടുകാരെ കളഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ നീ ഇവിടെ പറയുന്നത് ദിലീപിന് അമ്മയെ പേടിയാണ്. ഞാൻ ഇനി എന്താ ചെയ്യണമെന്ന് കൂടെ പറ. എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിൽ ഒന്ന് കേറി പറ്റാൻ നോക്ക്. നീ എങ്ങനെയെങ്കിലും ഒന്ന് കേറി പറ്റാൻ മതി. തോന്നണ്ടേ? എനിക്ക് നീ കണ്ടോ? തോന്നണ്ടേ? തോന്നണ്ടേ? അതൊക്കെ തോന്നും. എന്റെ അമ്മ ഭയങ്കര ഭക്തിയാണ്. അപ്പൊ എന്തെങ്കിലും ഭക്തി മാർഗം എന്തെങ്കിലും ഒരു സംഭവം. ഞാനെൻ മിഴിനാളം അണയാതിരിച്ചും നീറും നെഞ്ചകം അകിലായി വിതച്ചും. എന്റെ വാ ചൊറിഞ്ഞ് കയറി വരെയാണ്. ഞാൻ വല്ലതും വിളിച്ച് പറയുവേ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കൂ ശകലോങ്കിലും ഉളുപ്പുണ്ടോ കൊച്ചേ നിനക്ക്? ഉണ്ടോ? ദിലീപെ വിളിച്ചോണ്ട് പോവില്ല. ഇനി സംസാരമില്ല. നീ എന്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ വീട്ടിൽ കുറച്ച് കണ്ണീരും കുറച്ച് കിരാവും കുറച്ച് അഭിനയം കൂടെ അമ്മ കേറ്റു. എന്റെ അമ്മയെ വിട്ടു പോകാൻ പറ്റത്തില്ല. എന്റെ അമ്മേനല്ല ദിലീപിന് അങ്ങനെ പോകാൻ പറ്റുമോ? അമ്മയെ കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടാണ് നിന്റെ കൂടെ വന്നത്. എന്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുകയും ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദിലീപിന് അങ്ങനെ പോകാൻ പറ്റുമോ അമ്മയെ കളഞ്ഞിട്ട്? 10 മാസം തൊട്ട് പ്രസവിച്ച പോനാണ് നീ അമ്മയെ വിട്ട് പോണ. ചെമ്മാണ്ടി സീമയിലെ വേദിയിലെ പോലെ വന്നവരെ യാറടിത്താറോ യാറടിത്താറോ. എന്റെ അമ്മേനെ വിട്ട് ഞാൻ എവിടെ പോകൂല. എന്റെ അമ്മയാണ് എന്നെ PSCക്കൊക്കെ വിട്ട് എന്നെ ജോലി പഠിപ്പിക്കാൻ കളഞ്ഞിട്ട് പോകൂലേ. പോകത്തില്ലേ? ഒന്ന് പാളി എന്നാലും പാടും. ശിലയിൽ നിന്ന് ഉണരു നീ തണുത്തലിയും നീതാ രജനി. ചെമ്മാണ്ടി സീമയിലെ വേദിയിലെ എന്നാ പോലെ വന്നവനെ യാറടിത്താറോ. അമ്മയെ വിട്ട് പോകത്തില്ല അമ്മച്ചി. അമ്മയെ കളഞ്ഞിട്ട് ഞാൻ പോവോ? ഞാൻ അങ്ങനെ ചെയ്യുവോ? ഞാൻ നാണമാകുന്നു, മേനി നോവുന്നു എന്റെ കൈകൾ നിന്നെ മൂടുമ്പോൾ. ഓലപ്പീലികൾ ചെറുതായിട്ട് കാറ്റിൽ വീശുമ്പോൾ തോന്നുന്നു പോരുന്നു ഏഹേ ആഹാ ആ നാണമാകുന്നു. ചെമ്മാണ്ടി സീമയിലെ വേദിയിലെ 3 പ്രാവശ്യമായിട്ട് ചെമ്മാണ്ടി ചീലയും കൊണ്ട് നിൽക്കുവോ? ഞാൻ മാറ്റി മാറ്റി അടിച്ചോണ്ടിരിക്കുന്നു. എന്റെ വിഷമം എന്താ മനസ്സിലാവാത്ത? ചെമ്മാണ്ടി സീമയിലെ വേദിയിലെ ഞാൻ പോകത്തില്ല. ഒരു സിംഹമലയും കാട്ടിൽ തുണയോടെ അമറും കാട്ടിൽ വഴിമാറി വന്നു ചേർന്നു ഒരു കുഞ്ഞുമാൻ കിടാവ്. തരികടി പാടടി സരികമ്മ തരകര മനസ്സിന് ചിത്താക്ക് തരികട പാടടി സരികമ്മ. അതെങ്ങനുണ്ട്? നിനക്ക് അമ്മയെ വേണ്ടല്ലടാ. നിനക്ക് അമ്മയെ വേണ്ടല്ലടാ. നിനക്ക് അമ്മയെ വേണ്ടല്ലേ? നീ അവളെ കല്യാണം കഴിക്കത്തില്ലടാ. നിനക്ക് അവളെ വേണോ എന്നെ വേണോ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം. ഞാൻ വേണോ അമ്മ വേണോ? നീ. ഞാൻ വേണോ? അമ്മ. വേണോ? നീ. എന്നെ വേണോ? അമ്മ. എന്നെ വേണോ? നിർത്തണോ കൂടെ? 5000 രൂപയ്ക്ക് മേടിച്ച ഷൂ ആണ് ഇത്. തേഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും വാങ്ങിച്ചറിയൊന്നുമില്ല. ആരാണ് പറഞ്ഞത് എന്നെ വേണോ നിനക്ക്? എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും വേണം. ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ ഞാൻ കൊണ്ടുവന്നു. എനിക്ക് എൻ്റെ അമ്മേനെ വേണം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും 2 ദിക്കിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ശരിയാവൂല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് ഞാൻ ഈ വിഷം കുടിക്കാൻ പോയി. വിഷം കുടിച്ച് ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ പോണ്. എനിക്ക് വേണ്ടായിരുന്നു. വിഷം കുടിക്കരുത്. വിഷം കുടിക്കരുത്. അമ്മ പറഞ്ഞ വിഷം കുടിക്കരുത്. വിഷം കുടിക്കരുത്. വിഷം കുടിക്കരുത്. വിഷം കുടിക്കരുത്. വിഷം കുടിക്കണ്ട. നീ അവളെ കല്യാണം കഴിച്ചോ? പക്ഷെ അമ്മയ്ക്കൊരു തീരുമാനമുണ്ട്. നിനക്കൊരു ജോലി കിട്ടിയതിന് ശേഷമേ കല്യാണമുള്ളൂ. അമ്മ ഏത് ലോകത്തമ്മച്ചി ജീവിക്കുന്നത്? നമ്മൾ PSCക്ക് അല്ലേ പോണത്. നമ്മൾ ഇവിടെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യും. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ആർക്കെങ്കിലും ഒരാൾ ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ?
നിങ്ങൾ രണ്ടുപേരും കൂടി കമ്പൈൻ സ്റ്റഡി ഇവിടെ നടത്തി കഴിഞ്ഞാൽ ജോലി കിട്ടുന്നത് നിനക്കല്ല, നമുക്ക് രണ്ടുപേർക്കും. 10 മാസം കഴിയുമ്പോ എവിടെ ഞാൻ ആശുപത്രി കൊണ്ടിരുത്തേം വേണം, കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഞാനും നിൽക്കണം. അവന്റെ ഒരു കമ്പൈൻ സ്റ്റഡി. അവസാനം കൊണ്ടുവന്ന് നല്ലൊരു കുട്ടി മെസ്സേജ് തന്നു. എനിക്ക് പെട്ടെന്ന് മീനത്തിൽ താലി കെട്ട് ദിലീപേട്ടൻ്റെ ഒരു സിനിമയൊക്കെ ഓർമ്മ. എന്തായാലും നമുക്കിനി നേരെ കമന്റ്സിലേക്ക് പോവാം. പിച്ചുക്കുട്ടൻ ചേട്ടാ. ശംഭു, ദീപു, സുമി നല്ല സ്കിറ്റായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് റീസെൻ്റ്ലി ഓരോരുത്തർ തമിഴ്നാട്ടില്ല, നമ്മുടെ കേരളത്തിലാണെന്നറിയില്ല, കയ്യും കാലൊക്കെ പിടിക്കണ്ടായിരുന്നു. ഒരു കൊച്ചി ഇങ്ങനെ ഒരാളുടെ കൂടെ പോയിട്ടല്ലേ, തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നത് നമ്മൾ കണ്ടിരുന്നത്. അത് ഭയങ്കര ചില സമയത്ത് എനിക്ക് വിഷമം തോന്നി. ചില സമയത്ത് ഈ ശംഭുവിൻ്റെ അമ്മയാണല്ലോ എങ്ങനെയൊക്കെ വന്നാലും. പക്ഷെ നല്ല കോമഡി ആയിരുന്നു കേട്ടോ. ആദ്യം തുടങ്ങി ക്ലൈമാക്സ് ഗംഭീര ക്ലൈമാക്സ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. കാരണം ആ ഒരു പണിയുടെ കാര്യം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരികയുള്ളൂ. വീട്ടിൽ കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും കൂടി നിൽക്കുമ്പോൾ പണി കിട്ടാൻ പോകുന്നത് ശരിക്കും അമ്മായിമ്മക്കാണ്. അത് നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്ക് എവിടെയോ ചെറിയൊരു വലിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ഒരു നെഗറ്റീവ് പറയാനില്ല ഇതിനകത്ത്. 3 പേരും നല്ല തകർത്ത് അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു ഈ ശംഭുവിൻ്റെ ആ നിലവിളക്ക് വെച്ചിട്ടുള്ള സാധനം ഗംഭീര സാധനം എന്നിട്ടാ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അല്ല, ശംഭുവിൻ്റെ ജമ്പ് ചെയ്യാൻ നമുക്ക് പറ്റുമായിരിക്കും, പക്ഷെ ഇങ്ങനെ സ്ട്രെയിറ്റിൽ വീഴാൻ പറ്റില്ല. ബാക്കിലേക്കും വീഴാൻ പറ്റില്ല, ഫ്രണ്ടിലേക്കും വീഴാൻ പറ്റില്ല. ഒരാളുടെ സപ്പോർട്ട് പോലും ഇല്ല. ശംഭു അത് ഗംഭീരമായിരുന്നു കേട്ടോ. ഞാനത് ശരിക്കും പറഞ്ഞാൽ മൂക്ക് കുത്തി വീണെന്നായിരുന്നത്. ഒരുപാട് കഴിഞ്ഞ് കൈ ഇങ്ങനെ പിടിക്കണേ ഇല്ല, ഒരുപാട് ലാൻഡ് ചെയ്തതിന് ശേഷമാണ് കൈ മുട്ടിക്കണത്. ഗംഭീരമായിരുന്നു. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടാ, അടിപൊളി, സൂപ്പർ. നല്ലതായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ 3 പേരും നല്ല കോമ്പിനേഷനാണ്. അമ്മയും മോളും മോനും. സബ്ജക്റ്റ് നല്ലതാണ്. തുടക്കമായിരുന്നു നല്ല രസം കേട്ടോ. നമ്മൾ നേരെ ഓപ്പോസിറ്റേ വിചാരിക്കുകയുള്ളൂ. ഭാര്യയായിരിക്കും, അല്ലാതെ വിളിച്ചോണ്ട് വന്നാന്നൊരു തോന്നൽ എന്നാലും വരികയല്ല. പക്ഷേ ആ ഒരു ടേണിംഗ് ഒക്കെ നല്ല രസമായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് വന്ന ഒരു കൺഫ്യൂഷൻ, അതിൻ്റെ ബിഗിനിങ്ങിലാണ് ചെറിയ ലാഗ് നമുക്ക് ഫീൽ ചെയ്തത്. അതാ പാട്ടിച്ചിട്ട് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. നിങ്ങൾ 2 പേരും തമ്മിലുള്ള അതാ ഒന്ന് വെച്ചാണെങ്കിലും ഓക്കെയാണ്. പക്ഷേ ആ സാധനം എന്തായാലും കുഴപ്പമില്ലാതെ നിങ്ങൾ കൊണ്ടുപോയി. ഒരുപാട് കോമഡി ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് നല്ല രസമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. 3 പേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അതായത് വളരെ സിമ്പിൾ ത്രെഡാണ്, വലിയൊരു സംഭവമൊന്നുമില്ല. ഓക്കെ, കൂട്ടിക്കൊണ്ടുവന്നു, ഒളിച്ചോടി വന്നു, ഇവിടെ ഇനി വീട്ടിൽ കയറ്റാനുള്ള കുഴപ്പം, അവസാനം മരിക്കും എന്ന് പറയുമ്പോൾ ഉള്ള ആ വൈൻഡപ്പ് ചെറിയൊരു ത്രെഡേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആ ലെങ്ത്ത് തുടക്കം മുതൽ എൻഡ് വരെ അഭിനയിച്ചതാണ് നമ്മളെ പിടിച്ചിരുത്തിയത്. 3 പേരും. അതിൽ പ്രത്യേകിച്ച് അമ്മായിയമ്മയ്ക്ക് ഒരു എക്സ്ട്രാ മാർക്ക് കൊടുക്കണം. ബിക്കോസ് ആ കംപ്ലീറ്റ് വേഷപ്പകർച്ച, ആ ബോഡി ലാംഗ്വേജ്, വിളക്കൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു പോർഷനൊക്കെ ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ നിങ്ങൾ 2 പേരും പിന്നെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ലൈവായിരുന്നു, വളരെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. എല്ലാം കൊണ്ടും നിങ്ങൾ 3 പേരും അഭിനയിച്ചാണ് ഈ സ്കിറ്റിനെ ശരിക്കും രസകരമാക്കിയത്. ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ. എങ്കിലും ചേച്ചി നമുക്ക് മാർക്ക് അങ്ങോട്ട് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചി എത്ര മാർക്ക് കൊടുക്കും? 16,000. ഓക്കെ. ബിജുക്കുട്ടൻ ചേട്ടനോ? ഞാനൊരു 17,000 കൊടുക്കാം. 17,000. അപ്പൊ 33,000 രൂപ ഇതുവരെ ആയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഇക്ക എത്ര തരുമെന്ന്. റിവീൽ ഇക്ക പ്ലീസ്. ബാക്കി ഇതാ 60,000. ഓക്കെ, നോട്ട് ബാഡ്. 60,000 രൂപയാണ് ഈ ഒരു സ്കിറ്റ് നേടിയിരിക്കുന്നത്. അടുത്ത തവണ ഈ ഒരു കോമ്പിനേഷനിൽ വരുമ്പോഴത്തേക്കും പഞ്ചടിക്കണം. ഓക്കെ, ശരി, താങ്ക് യു. നസീർക്ക, നമ്മുടെ നാട്ടിലെ കോമഡിക്കാരിലൂടെ വന്ന മഹാദേവൻ ആൻഡ് ടീമിനെ ഓർമ്മയുണ്ട്? ഒരു അച്ഛൻ മകൻ. അപ്പം അവരാണ് അടുത്ത സ്കിറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അവരുടെ ഈ ഫ്ലോറിലെ 2ാമത്തെ സ്കിറ്റാണ്. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കട്ടെ? അപ്പൊ ലെറ്റ്സ് വെൽക്കം മഹാദേവൻ, മഹേഷ് ആൻഡ് സുരേഷ്. രാജകീയ പ്രൗഢിയോടെ റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന നീയ ഒരു പ്രിയദർശിനി വന്നൊന്ന് ക്രോസ് വെച്ചതേ 3 മാസമായി വെന്റിലേറ്ററിൽ. നീ മാത്രമല്ലടാ, ഈ കേരളത്തിലെ ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളുണ്ട് ഇതുപോലെ ഷെഡിൽ കയറിയത്. പക്ഷേ എന്നാലും പ്രകൃതിക്ക് പോലും നമ്മളോട് ഇത്രയും വൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കോട്ടപ്പുറത്തെന്നും പറഞ്ഞൊരു പേര് വിട്ട് അങ്ങോട്ട് അവനെ വിട്ടതാ. മഴയും വെയിലും കൂടെ വന്ന് അവൻ്റെ വള്ളിയും പുള്ളിയും നുള്ളിയേച്ച്
ഇപ്പൊ അവന്റെ ജീവിതവും എന്റെ ജീവിതവും ഒരുപോലെ ആക്കി കട്ടപ്പുറത്ത്. സാരമില്ലടാ മോനെ, നമ്മുടെ ആ നല്ല കാലം നമുക്ക് തിരിച്ചു കിട്ടൂടാ. എടാ, അഹങ്കാരം കാണിക്കരുത്. എന്റെ കാര്യം അങ്ങ് പോട്ടെ. ഈ ബസ്സേ നീ കണ്ടക്ടറായിട്ട് പോയതാണോ? ഇത് ഈ പരുവത്തി ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ വന്ന് ഡാൻസ് കളിച്ച് കാണിക്കാൻ പറ്റുമോ? എന്റെ അണ്ണ, ഞാൻ ആ പഴയ ഓർമ്മയെല്ലാം കേറിയത്. എന്ത് ഈ കാക്കിയൊക്കെ ഇട്ടോണ്ട്? എന്റെ മനസമാധാനത്തിന് ഞാൻ എടുത്തിടുന്നതാണ്. ആ കൊള്ളാം, പാറ്റി. ഇതെന്തോ നീ ടിക്കറ്റ് റാക്കൊക്കെ ആയിട്ട്? എന്റെ അണ്ണ, ഈ നാട്ടുകാർ പണിക്ക് പോകുന്നില്ല എന്ന് പറയുന്നത് അതിനെടുത്ത് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ആ ലോട്ടറി കച്ചവടം തുടങ്ങിയോ? അണ്ണ, എനിക്ക് ഈ പൈസ ഇതിന്റെ ഇടയിൽ മടക്കി വെച്ചിട്ടുള്ള ശീലം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും വെച്ചില്ല കൈ വിറയ്ക്കും. അടിച്ചാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ. അല്ലണ്ണ, ചേച്ചിയും പിള്ളേരും ഒക്കെ എന്ത് ചെയ്യും? എടാ, ഇത് ബസ്സിന്റെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവളെങ്ങാണ്ടൊക്കെ 4-5 അമ്പലത്തിൽ വഴിപാടൊക്കെ നേർന്നു, അതെല്ലാം കൂടെ കൊടുക്കാൻ പോയിക്കോ. നല്ലതാ. എങ്ങനെ പോയി? അവരും പ്രിയദർശിനിയല്ല പോയി. ആണക്കേടല്ലയോ? എടാ, നമുക്കിട്ട് പണിഞ്ഞതല്ലയോ അവര്, അപ്പൊ നമ്മളോട് അവർക്കിട്ട് അങ്ങോട്ട് കൊടുക്കാം. അവിടെ എന്റെ അണ്ണ, ഇവനില്ലയോ കിളി രാജേഷ്, അവനിപ്പം സ്വർഗമാണ്. സ്വർഗം. അവനെന്തോടെ ഗൾഫിൽ പോയോ? അണ്ണൻ ഇവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോ പിന്നെ അവൻ ഇപ്പൊ KSRTC അവിടെ ജോലി കിട്ടിയോ? ജോലിയോ? അവനവിടെ ബിസിനസ് അല്ലയോ? മാല, വള, കമ്മല്, പൊട്ട്, കൺമശി എന്ന് വേണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ട സർവത്ര സാധനമുണ്ട്. അവന്റെ മെയിൻ ബിസിനസ് മൊത്തം പ്രിയദർശിനി ബസിന്റെ അകത്തിലാ. അവൻ അതിന്റെ ഇടയിൽ കിടന്നങ്ങ് വിരകുവാണ്. വരുമാനമൊക്കെ ഉണ്ടോടാ? വരുമാനം എന്തുവാണ്? കാശ് ഇന്ന് വരും, നാളെ പോവും. ലൈഫ് അതൊന്നേ ഉള്ളൂ. നിന്റെ മുഖം ഒന്ന് കാണിച്ച്. ചാന്തും കുറിയൊന്നും ഇല്ലല്ലോ. എന്തോ ഇനാണ്, ആരെ കാണിക്കാന്? ബസ്സേൽ ഓടുന്ന സമയത്ത് 7 കുറി, ചാന്ത, സിന്ദൂരം, പിന്നെ നടുക്കൊരു ഡിസൈന്. അണ്ണാ, അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലമായിരുന്നു. നമ്മൾ ഈ ബസ്സിലോട്ട് കയറുമ്പോ തന്നെ നമ്മൾ ഈ പൂന്തോട്ടത്തിന്റെ അതിലോട്ട് കള പറിക്കാൻ ഇറങ്ങുന്ന പോലെയല്ലോ ഇറങ്ങുന്നേ. മുല്ലപ്പൂവിന്റെ മണം, റോസാപ്പൂവിന്റെ മണം, മഴ, ബസ്സേലെ പാട്ട്, അതിന്റെ ഇടയ്ക്ക് അണ്ണന്റെ ഒരു സഡൻ ബ്രേക്ക്. അതൊക്കെ ആയിരുന്നു അണ്ണാ ലൈഫ്. അമ്മ പറഞ്ഞു കൊതിപ്പിക്കാതടാ. എനിക്കും ഉണ്ടായിരുന്നടാ ആ ഗിയർ ബോക്സിന്റെ മേളിൽ ഒരു മുല്ലപ്പൂം പല്ലിലോ മുക്കൂറ്റി കവിളിലോ. എടാ, അവളിങ്ങോട്ട് വന്ന് അതേലോട്ട് ഇരിക്കും, എന്നെ നോക്കി ഒരു ചിരി അങ്ങോട്ട് ഇരിക്കും. എന്റെ കുഞ്ഞെ, പിന്നെ വണ്ടി അങ്ങ് പറക്കുമല്ലയോടാ. കൊടും വളവൊക്കെ ഉണ്ടല്ലോ, ഞാൻ തേണ്ടി തള്ളവരല്ലേനാ വളച്ചിങ്ങോട്ട് എടുക്കുന്നത്. മണമുള്ള പൂന്നുള്ളി മുടിയിൽ ചൂടി, മണിക്കുട്ടി നീ എന്റെ മനസ്സ് നുള്ളി. എന്റെ അണ്ണ, ഇങ്ങനെ പോയാൽ നമ്മൾ എന്തോ, നമുക്ക് കോടതിയെ സമീപിച്ചാലോ? അയ്യോ, കോടതി അങ്ങ് സമീപിച്ചാൽ മതി. നിന്റെയൊക്കെ തോതി മാസം കൊണ്ട് മാസത്തിൽ 25 ദിവസം ഞാൻ അവിടെ തന്നെ പോയി നിൽക്കുമല്ലായിരുന്നോ? എറിയടവനെ, എറിഞ്ഞവനെ താഴെ ഇറാം. എന്റെ അണ്ണ, അത് ആക്രിക്കാരൻ. ആക്രിക്കാരനല്ലടാ, അപ്പുറത്തെ രാജുവാ. ഈ വണ്ടി കയറ്റിയിട്ട് അന്ന് മുതൽ അവൻ ആ ഇറമ്പിക്ക് വന്ന് എന്നെ കളിയാക്കുക. നമ്മുടെ നാട്ടിൽ ബുദ്ധിയുള്ള ആരും ഇല്ലയോ അണ്ണ ഇതിനൊരു പോം വഴി കണ്ടുപിടിക്കാൻ? നിന്റെ വല്ലതും ഉണ്ടെങ്കിൽ നീ പറഞ്ഞോട്. എന്റെ എവിടുന്ന ഐഡിയ? അണ്ണന്റെ ബുദ്ധി വല്ലതും തോന്നുന്നുണ്ടോ? എനിക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ പണിക്ക് വെക്കത്തില്ലല്ലോ. തോണ്ടേ, അണ്ണന്റെ കൂട്ടുകാരൻ വരുന്നു. KSRTC ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുവാ. മുരളിയേ, മുരളിയേ, ഇവന്റെ മോന്ത കണ്ട വിചാരിക്കും ഞാനും എന്റെ പെണ്ണും പിള്ളും കൂടെ വീട്ടിൽ അടുക്കള ഇരുന്നിട്ട് ഉണ്ടാക്കിയെടുത്ത നിയമമാണ് ഈ ഫ്രീ സൗജന്യ യാത്രയെന്ന്. ഇവിടെ സർക്കാർ ഉണ്ടെങ്കിൽ ഞാനെന്താ വേണം? ഇതെന്തുവാടാ പുതിയ ആഡംബരമൊക്കെ? ഇവൻ പണ്ട് KSRTC ജോലി ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? കാക്കി നിറത്തിലുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, 50 പൈസയുടെ, അത് ചുരുട്ടി വെച്ച പോലെ ഒരു ചുളുങ്ങിയ ഷർട്ട്, ഒരു കീറിയ പാൻറ്, ഇവന്റെ ഒരു ചെരുപ്പ് ഉണ്ടായിരുന്നു, ഒരു വള്ളിച്ചെരുപ്പ്. അതിന്റെ വാറും ഇവന്റെ കാലും തമ്മിൽ വാറായിരുന്നു യുദ്ധം. തമ്മിലെടുക്കത്തില്ല, ഇങ്ങനെ ആർച്ച് പോലെ നിൽക്കുക. നടക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ നിന്ന് ആടുമായിരുന്നു. ഇപ്പൊ അവന് പ്രിയദർശിനിയെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം അവന് ഷൂ. എന്തിനാ? മുരളിയെ ഷൂ ആക്കാൻ. അതൊന്നും അല്ലടാ, പ്രിയദർശിനിയുടെ ജോലിയൊക്കെ ഈസന്റ് അടക്കുന്ന പോവണ്ടായോ? ജോലി സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമാ. ജിമ്മിലൊക്കെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക. ഇപ്പം യവൻ പോകുന്ന ജിമ്മ് ചമ്മത്തേ ഉള്ളൂ. സൂപ്പർ ഫാസ്റ്റ് ബസ്സേലേ ഇവൻ 100-110 പോകുമ്പോഴത്തേണ്ട് ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്. കാണുന്നവർ വിചാരിക്കും അവന്റെ നിയന്ത്രണത്തിൽ ഈ ബസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ചുമ്മാതാ, അവിടെ നിന്നുള്ള കാറ്റടിച്ചിട്ട് പറന്നു പോകാതിരിക്കും. ഇവന് ഇതേ മുറുക്ക പിടിച്ചോണ്ടിരിക്കുന്നതാ. അവൻ അതിന് നീ ജിമ്മിൽ പോകുന്നത് നല്ലതായിരിക്കൂടാ. എടാ, ഇത് അസൂയ, ഇത് മുടിഞ്ഞ അസൂയ. നിനക്കറിയാവോ, കിളിമാനൂർ നിന്ന് കിളി പോലൊരു പെണ്ണെന്റെ രാവിലെ എന്റെ ബസ്സിലോട്ട് നിന്ന് കയറും. നീ എന്തൊക്കെ കമന്നിക്കുക? മാറിക്കണം അങ്ങോട്ട്. ആരോടാ? നിനക്കറിയാത്തോടെ അവനോട് ചോദിച്ചോട്, അവൻ പറഞ്ഞു. അവൻ അതേലെ എന്നവാ
കിളിമാനൊന്ന് കിളി പോലൊരു പെണ്ണ് കുളിച്ചൊരുങ്ങി മന്ദം 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 നടന്ന് എൻ്റെ ബസ്സിലോട്ടൊന്ന് കയറും. എന്നിട്ട് എൻ്റെ ഇടത്ത് സൈഡിൽ വന്നൊരു ഇരിപ്പ. ഞാനിത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, എടാ സർവ്വതും അങ്ങ് മറക്കും. എന്തിന് ഡിപ്പോയി ബസ് പോലും കയറ്റിയിടാൻ അങ്ങ് മറന്നു പോകും. ആകെ അങ്ങ് ദ്രവിച്ചല്ലോടാ. ഒത്തിരി ടാർപ്പെങ്കിലും മാറ്റാൻ മേളിലിട്, അല്ലെങ്കിൽ ബാക്കിയോടെ അങ്ങ് ദ്രവിച്ചു പോകും. എന്റെ വണ്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ വണ്ടിയുടെ കാര്യം നോക്കിയാൽ മതി. അതെന്റെ ചോറാ കിടക്കുന്നത്. ആ ചോറാണോ? ഇപ്പം ഈ വീട്ടിൽ ഊണെന്ന് പറഞ്ഞ ബോർഡ് കാണുമല്ലോ എല്ലായിടത്തും, അതിന് വരെ നീ എന്തൊരു ബസ്സേൽ ഊണ്. എടാ ഇവിടെ കണ്ട് ഒരു ലിവർ കിടപ്പുണ്ടായിരുന്നു, ഇന്ന് ഇവന്റെ മണ്ടയടിച്ച് ഞാൻ പൊളിക്കും. ഇവിടെ കിടന്ന ലിവർ എന്തി? അതെണ്ണ കാശിന് ഇച്ചിരി ടൈറ്റ് വന്നപ്പോ ഞാൻ ആ ലിവറും ജാക്കിയും കൂടെ ആക്രിക്കൊന്ന് മറിച്ചായിരുന്നു. എടാ എനിക്കറിയാൻ വേണ്ടി മുടിപ്പിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാന്ന്. അതിന്റെ റിവേഴ്സ് ഗിയർ എങ്കിലും ഉണ്ടോടാ? ഇങ്ങനെ കുറെ സ്റ്റാഫിനെ ഞാൻ വെച്ചു. ഒന്നാമതേ മനുഷ്യന്റെ ചങ്ങല പൊട്ടി നിൽക്കുക ഇവിടെ. അടങ്ങിയിട വഴക്കുണ്ടാക്കാതെ. എടാ ഞങ്ങളെ പോലെ ഈ സ്ത്രീകളെ ആശ്രയിക്കാനുള്ള വല്ല മാർഗം ഉണ്ടോ നോക്ക്. എന്റെ ഒരു ഐഡിയ ഉണ്ട്, വഴക്ക് പറയത്തില്ല, ഞാൻ പറയാം. നീ അങ്ങ് പറ അണ്ണാ. അതിലൊരു 10-25 എണ്ണം വേണം, നമുക്കത് മേടിച്ച് ബസ്സായി കെട്ടിയാൽ. 50 എണ്ണം വേണേലും മേടിച്ച് കെട്ടാവിടെ. നീ കാര്യം പറ. അണ്ണാ, സ്ത്രീ ആകർഷണ വശീകരണ യന്ത്രം. അതിൽ ഒരെണ്ണം കെട്ടിയാ പോരാടാ. അണ്ണാ, അത് എന്റെ അരയെ കെട്ടാൻ. ബസിന്റെ അരയെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, അത് കെട്ടി വരണ്ടായോ? ഓ അണ്ണാ, എന്നെ സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു. അത് ഞാൻ നമ്പർ കൊടുത്തായിരുന്നു. നീ തിരുവനന്തപുരത്ത് പോകണം, സെക്രട്ടറി ആക്കാനായിരിക്കും. അവിടെ സമരത്തിന്റെ കൂടെ ഒരു ശയന പ്രദക്ഷിണം ഉണ്ട്. നീ ആകുമ്പോ കിടന്ന് ഉരുളാൻ എടുക്കാനല്ലയോ? നിന്റെ തലയൊന്ന് മുട്ടയടിച്ചിട്ട് നീയും കിടന്ന് ഉരുള. ഇയാൾ കുറെ നേരം കൊണ്ട് തുടങ്ങിയ തന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലയോ ഇത്? അങ്ങേർക്ക് ഒരു താഴ്ച വന്നു കഴിഞ്ഞപ്പോ താൻ ഈ വർത്താനം പറയാം ഇവിടെ നിന്നുണ്ട്. അയ്യോ അതെന്തുവോ? എടാ മുരളി, എടാ ഞാൻ നിന്നെ വെറുതെ കലിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാടാ. ഇവിടെ ഒറ്റ വണ്ടിയും കൊണ്ട് കുടുംബം പുലർത്തുന്നവന്റെ ഒന്നും ബുദ്ധിമുട്ട് നിനക്കൊന്നും അറിയത്തില്ല. നീ അങ്ങ് വിടറാ. ജീവിതത്തിൽ ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, എല്ലാ പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ പോസിറ്റീവായിരിക്കണം എപ്പോഴും. ഈ ദിവസവും കടന്നു പോകും. മഹാദേവൻ ആൻഡ് ടീം നമ്മുടെ ഫ്ലോറിലെ രണ്ടാമത്തെ സ്കിറ്റാണ് കഴിഞ്ഞത് അല്ലേ? ഓക്കെ, സ്കിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അഭിപ്രായങ്ങളിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ് ലെന ചേച്ചി, അച്ഛനും മകനുമാണ് കേട്ടോ ഈ രണ്ടറ്റത്ത് നിൽക്കുന്നവർ, മഹാദേവൻ ആൻഡ് മഹേഷ് അല്ലേ? മഹേഷ് സർ. ഓക്കെ, അപ്പൊ നമുക്ക് നസീർക്കയുടെ അടുത്ത് ഫസ്റ്റ് അഭിപ്രായം ചോദിക്കാം. കുഴപ്പമില്ലായിരുന്നു. ഈ കണ്ടന്റ് ഇപ്പോഴത്തെ സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്രം കണ്ടന്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു സാധനവും ബാക്കി നമ്മൾക്ക് എന്താ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ്, അതെല്ലാം അടിപൊളിയായി. നിങ്ങൾ ഈ സാധനം ഒന്നുകൂടി ഇരുന്ന് വർക്ക് ചെയ്ത് നല്ലവണ്ണം ഒന്ന് റിഹേഴ്സൽ ചെയ്തിരുന്നെങ്കിൽ വെടിയും പുകയായിട്ട് ചെയ്യാവുന്നൊരു സാധനമായിരുന്നു. നിങ്ങളത് റിഹേഴ്സൽ നല്ലവണ്ണം ചെയ്യാതെ ആ സാധനം ഒന്നുമല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ നാഞ്ഞു പിടിക്കണം, കുറച്ചുകൂടെയൊക്കെ ഒന്ന് എനർജിയായി നല്ലവണ്ണം റിഹേഴ്സലൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇതിപ്പം ആൾക്കാരുടെ മനസ്സിൽ കയറുന്ന ഒരു ഐറ്റമാണിത്. പ്രിയദർശിനി ബസ്സിൻ്റെയും പ്രൈവറ്റ് ബസ്സുകാരുടെ ഇതേപോലെ അത് കറക്റ്റ് കാര്യങ്ങളാണ്. നിങ്ങൾ ആ പറഞ്ഞതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. അത് നല്ല രീതിയിൽ അവതരിപ്പിച്ച് അങ്ങ് എത്തിച്ചിരുന്നെങ്കിൽ ഈ സാധനം വൈറലായനെ. അത് എൻ്റെ കാഴ്ചപ്പാടിൽ സ്ക്രിപ്റ്റിൻ്റെ കുഴപ്പമല്ല, റിഹേഴ്സലിൻ്റെ ഒരു പാകപ്പിഴ നിങ്ങൾക്ക് നല്ലവണ്ണം സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും നല്ലൊരു കണ്ടൻറ്റാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതിന് വേണ്ടി നിങ്ങൾ തന്നെ ഒന്ന് മെനക്കെട്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുകുട്ടൻ ചേട്ടാ. മഹാദേവൻ ആൻഡ് ടീം, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കുതിക്കേണ്ട സമയമാണ്. നമ്മളൊരു കുറേ സ്കിറ്റുകളൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ആശയ ഒരു കാര്യത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഡൗൺ എന്ന് വരും. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് ശരിക്കും കുതിക്കേണ്ടത്. ഇപ്പോൾ റോക്കറ്റൊക്കെ വിട്ടോടനെ തന്നെ സ്ലോ ആവുകയല്ല ചെയ്യണത്, അത് പോന്തി അങ്ങ് പോവുകയാണ്. ലക്ഷ്യം കാണണമെങ്കിൽ ഈ കുതിക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നല്ല കണ്ടൻ്റ് ആയിരുന്നു. ആനുകാലിക പ്രസക്തിയുള്ള നല്ല ഏറ്റവും ആനുകാലികമാണ് ഇപ്പം നിങ്ങൾ ചെയ്തത്. അതും എനിക്ക് തോന്നണത് ഒരുപാട് തമാശകളുണ്ടായിരുന്നു. ആ തമാശകളിലെ ടൈമിങ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ആ ടൈമിങ് ഇല്ലായ്മ ശരിക്കും പറഞ്ഞാൽ റിഹേഴ്സൽ ഇല്ലായ്മയാണ്. എനിക്ക് ആ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ പറഞ്ഞാൽ ആ പാസ്റ്റ് സംഭവങ്ങളൊക്കെ നമ്മുടെ കണ്ടക്ടറുടെ ആ സംഭവങ്ങളൊക്കെ നന്നായിരുന്നു, അതൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ അത് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ കൊടുക്കൽ വാങ്ങലിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് റിഹേഴ്സൽ നന്നായിട്ട് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. സെൻറ്ററിൽ നിൽക്കുന്ന ചേട്ടൻ സുരേഷ് ചേട്ടനും ഈ പറഞ്ഞിട്ട് ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു. അച്ഛനും മോനും പിന്നെയും അവർ കുറച്ചും കൂടി ടൈമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഓർത്തെടുക്കാനുള്ളൊരു ടൈമില്ലേ, അത് വരണുണ്ട്. അത് നമ്മൾ ഓർത്തെടുക്കണം. എങ്കിൽ പോലും നമ്മളാരും അറിയാത്ത പോലെ ആയിരിക്കണം അത് റിഹേഴ്സൽ ഒരുപാട് ചെയ്താലും മാത്രമേ അങ്ങനെ വരുള്ളൂ. അപ്പോൾ റിഹേഴ്സലാണ് വേണ്ടത്. അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കിയാൽ മതി. ശരി ചേട്ടാ, താങ്ക് യു. ലെന ചേച്ചി. അതെ, മഹാദേവൻ ആൻഡ് ടീം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട് ഞാൻ ഓൾറെഡി ഞെട്ടിയിരിക്കുകയായിരുന്നു. ഇനി വരാൻ പോകുന്നത് ഭയങ്കര ഒരു സംഭവമാണെന്ന് പറഞ്ഞ് തുടക്കം നല്ല രസമായി. എസ്പെഷ്യലി മഹാദേവൻ കിളിയായിട്ടുള്ള പോർഷൻസൊക്കെ ഭയങ്കര നല്ല ടൈമിങ്ങും എല്ലാമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് പതുക്കെ ലാഗായി തുടങ്ങി, പിന്നെ ടൈമിംഗ് തെറ്റി തുടങ്ങി.
ആക്ച്വലി തമാശകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഓർത്തെടുത്താൽ അവിടെയൊക്കെ തമാശയുണ്ട്. പക്ഷെ തമാശയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ടൈമിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പാട്ടിൻ്റെ താളം അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോഴുള്ള താളം പോലത്തെ സംഭവമാണ്. അത് തെറ്റിക്കഴിഞ്ഞാൽ എത്ര നല്ല സ്റ്റെപ്പായാലും എത്ര നല്ല പാട്ടായാലും നമുക്ക് ആസ്വദിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആ ടൈമിങ്ങിൻ്റെ ഇഷ്യൂസാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്യുക, ഫോണിലോ എന്തിലെങ്കിലും വെച്ച് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾ തന്നെ കാണുക. അതായിരിക്കും ഏറ്റവും നല്ല ഫീഡ്ബാക്കിനുള്ള മെക്കാനിസം. ഇപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ എപ്പിസോഡിൽ എന്തൊക്കെ നന്നാക്കാമായിരുന്നു എന്ന്. അതാണ് എനിക്ക് പറയാനുള്ളൊരു സജഷൻ. ഗംഭീര ടോപ്പിക്കായിരുന്നു. താങ്ക് യു ചേച്ചി. അപ്പോൾ കമൻസ് ഒക്കെ കാര്യമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കിനി മാർക്ക് എത്രയാണ് എന്ന് നോക്കാം. നസീർക്ക? ഞാനൊരു 5000 രൂപ. 5000. ഓക്കെ. ലെന ചേച്ചി? ഞാനും ഒരു 5000. 5000. ബിജുക്കുട്ടൻ ചേട്ടൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ? ബാക്കി ഞാൻ കൊടുത്തേക്കാം, പിടിച്ചോ. 15,000 രൂപയാണ് ഈ സ്കിറ്റിനായിട്ട് നേടിയിട്ടുള്ളത്. അപ്പം നാട്ടിലെ കോമഡിക്കാരിലൂടെ വന്ന് രണ്ടാമത്തെ സ്കിറ്റാണ്. ഇനി മൂന്നാമതാകുമ്പോൾ ഇതിലും നന്നാക്കണം, പറഞ്ഞെന്ന കറക്ഷൻസ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും അപ്പൊ ഇന്നത്തെ ഈ ഒരു ചിരി എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എൻജോയ്മെന്റുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me Meenakshi signing off from Flowers Comedy. ഇത്